ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആധികാരികമായിട്ട് പറഞ്ഞു. 170ാമത്തെ ജയന്തി ആഘോഷമാണ്. അപ്പോൾ നമുക്ക് ഈ അല്പസമയം കൊണ്ട് ഗുരുദേവൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. അത് അറിയണം. അപ്പം ഞാൻ നേരിട്ട് അവിടേക്ക് വരികയാണ്. അപ്പം അത് അറിയാനുള്ള എളുപ്പത്തിലുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. 5 രീതിയിലാണ് അത് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് സ്തോത്രങ്ങളായിട്ട്, അതുപോലെ തന്നെ തർജിമകളായിട്ട്. അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. തമിഴ്, മലയാളം, സംസ്കൃതം ഇതൊക്കെ നന്നായിട്ട് നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ വേദാന്ത കൃതികൾ, അതിനെ ദാർശനികം എന്നും പറയും. പിന്നീട് ഗദ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ 5 രീതിയിലാണ് അദ്ദേഹം നമ്മളോട് സംവദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? വെറുതെ പറയല്ല, ആചരിച്ചിട്ടാണ്, സ്വയം ചെയ്തുകൊണ്ട് നമ്മളെ ഉദ്ബുദ്ധരാക്കിക്കൊണ്ട് ഉള്ള കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്താ? ഇതിലേറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യം അത് പഠിക്കാൻ ശ്രമിക്കുക. ഇദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ. അപ്പം അതിലെ ഏറ്റവും എളുപ്പം എന്താ? നമുക്ക് ധാരാളം പരിചിതമായിട്ടുള്ള ഒരു സ്തോത്രമുണ്ട്. ശരിക്കും സ്തോത്രമല്ല, അത് വേദാന്ത കൃതിയാണ്. 1914 ഗുരുദേവൻ രചിച്ചിട്ടുള്ള ഒരു കൃതിയുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത്. എന്താണ്? ദൈവദശകം. അപ്പോൾ അതിലെ കുറച്ച് വരികൾ നമുക്കൊന്ന് നോക്കാം എന്നാണ് ഞാൻ മാഷ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ദൈവദശകത്തിനെ കുറിച്ച് പറയണമെന്നാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു എന്ന് മാത്രം, ഇവിടെ സമയം കുറച്ച് കുറവാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചെല്ലുന്നത് തന്നെയാണ്, വെറുതെ വലിയ പരിചയപ്പെടുത്തലിയൊന്നും ആവശ്യമില്ല ദൈവദശകത്തിന്. അപ്പോൾ ദൈവദശകം മനസ്സിലാക്കുന്നത് വഴി, ദൈവദശകം പഠിക്കുന്നത് വഴി നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ആരെയാണ്? ഗുരുദേവനെയാണ്, ഗുരുദേവ ദർശനങ്ങളാണ്. അപ്പോൾ അദ്ദേഹം അത് വളരെ ലളിതമായിട്ടാണ്, ഗുരുദേവ തൃപാദങ്ങൾ വളരെ ലളിതമായിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ഏതൊരാൾക്കും പെട്ടെന്ന് അത് വായിക്കാൻ പറ്റും, അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പുറമെയുള്ള വായന പോരാ. അതെങ്ങനെ വേണം? ഓരോ വാക്കുകളും നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെല്ലാം വലിയ വലിയ നിധികളാണ്. ശരിക്ക് ഗുരുദേവൻ എല്ലാ കൃതികളിലും, അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും അദ്വൈതമുണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ, ദ്വൈതം എന്ന് പറഞ്ഞാൽ 2. നമ്മൾ ദോ എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ അത് സംസ്കൃതത്തിൽ 1-ന് പ്രഥമ, 2-ന് ദ്വിതീയ, 3-ന് തൃതീയ എന്നൊക്കെ പറയിച്ചില്ലേ? ചതുർത്ഥി പറഞ്ഞാൽ എത്രയാണ്? 4ആണ്. അത് തന്നെ. അപ്പോൾ ഈ ഹിന്ദി നോക്കിയാലും ഇംഗ്ലീഷ് നോക്കിയാലും അതുപോലെ തന്നെ ഏത് ഭാഷ നോക്കിയാലും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2-ന് ദോ, ഇല്ലെങ്കിൽ 2, 3, 3 കുറച്ചും കൂടി മനസ്സിലാവും അല്ലേ? തൃതീയ, 3 ഹിന്ദിക്കാരൊന്ന് പൂർപ്പിക്കും മാഷ്. എങ്ങനെയാണ്? തീനാക്കും. അത്രയുള്ള സംഭവം. അപ്പോൾ 2 ഇല്ല. ഇവിടെ എന്തേ ഉള്ളൂ? അദ്വൈതം. വിപരീതമാണ്. അപ്പോൾ 2 ഇല്ല, ആകെ 1 ഉള്ളൂ. ഈ ഒരു ഭാവത്തിലേക്ക് ഇവിടെ ഒരു വേർതിരിവും ഇല്ല. അത് സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിലാണെങ്കിലും ശരി, ഈശ്വര ദേവതകളുടെ ഇടയിലാണെങ്കിലും ശരി, എന്തില്ല? 2 ഇല്ല, 1 ഉള്ളൂ എന്നുള്ള ഒരു ഭാവത്തിലേക്ക്. ആ 1 എന്താണ്? അത് ഭഗവാനാണ്, അത് ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഗുരുദേവന്റെ എല്ലാ കൃതികളും. അതിലൊക്കെ എന്ത് കാണാം? ഈ അദ്വൈത ഭാവം നമുക്ക് കാണാം. അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ അതിൻ്റെ പേര് തന്നെ എന്താണ്? ദൈവ ദശകം എന്നാണ്. ദശകം എന്ന് പറഞ്ഞാൽ 10, ദശമി എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ള 10 ശ്ലോകങ്ങളാണ് ദൈവ ദശകം. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആരെ സംബന്ധിച്ചിട്ടാണ്? ദൈവത്തിനെ സംബന്ധിച്ചിട്ടാണ്. ഇനി അതെങ്ങനെ തുടങ്ങുക? ദൈവമേ കാത്തുകൊള്ളുകങ്ങ് ആവിവൻ തോണി നിൻ പദം. നമുക്ക് എന്ത് എളുപ്പമല്ലേ? നമുക്കറിയാത്ത ഏതെങ്കിലും ഭാഷയുണ്ട്, വാക്കുണ്ട് അതിൽ? വേണമെങ്കിൽ ആവിവൻ തോണി വേണമെങ്കിൽ നോക്കാം അല്ലേ? തോണി എന്ന് പറഞ്ഞാൽ തോണി, വെള്ളത്തിൽ പോകുന്ന, ജലത്തിൽ പോകുന്ന. അവൻ തോണി എന്നൊക്കെ പറഞ്ഞാൽ കപ്പലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് കാലത്ത് ആവി കപ്പൽ എന്നാണ്, ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്താ ഇപ്പോൾ അവിടെ പറഞ്ഞ്? എന്തിലാണ് തുടങ്ങിയത്? ദൈവത്തിലാണ് തുടങ്ങിയത് അല്ലേ? ഇനിയിപ്പോൾ എന്തിലാണ് അവസാനിക്കുക? സുഖത്തിലാണ് അവസാനിക്കുക. അവസാനത്തെ 10ാമത്തെ ശ്ലോകത്തിൽ അവസാനം എന്താ പറയുക?
സുഖമാണ്. നമ്മൾ ഈ സുഖത്തിനെ പറ്റിയിട്ട് നമുക്ക് നല്ല പരിചയമുള്ള ഒരു സംഭവമാണ് ഈ സുഖം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഗുരുദേവൻ ഉദ്ദേശിക്കുന്ന സുഖം അതായിരിക്കില്ല, ഭൗതികമായിട്ടുള്ള സുഖമായിരിക്കില്ല. അതെന്താണ്? അത് ആനന്ദമാണ്. അവിടുത്തെ സുഖം എന്താണ്? ആനന്ദമാണ്. ഈ സുഖം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ക്ഷണികമാണ്, ഒന്ന് ശാശ്വതമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ അല്ലാത്ത കാര്യങ്ങളെയൊക്കെ ആശ്രയിച്ചാലും നമുക്ക് എന്ത് കിട്ടും? സുഖമൊക്കെ കിട്ടും. പക്ഷെ ആ സുഖത്തിൻ്റെ പ്രത്യേകത എന്താ? ക്ഷണികമാണ്. ക്ഷണികം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കൂ, ഈ സാധനം സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇത് വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം, ഇതൊക്കെ വേണം. എവിടെയും നമ്മുടെ ഗുരുദേവനും എന്ത് ചെയ്തില്ല? ഭൗതികതയെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല, നമ്മുടെ ഋഷീശ്വരന്മാരും പറഞ്ഞിട്ടൊന്നുമില്ല. അതും വേണം ഇതും വേണം. അത് നശിക്കുന്നതാണ്, നശിക്കാത്ത ഏതാണ്? ഭഗവാനാണ്, ദൈവമാണ്. അവിടേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയാൽ സുഖം കിട്ടും. കുറെ തോണ്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കണ്ണിന് പവർ കുറയുന്നു, തലവേദന വരുന്നു. അവസാനം എവിടേക്ക് എത്തിച്ചേർന്നത്? ദുഃഖത്തിലേക്കാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത് വേണ്ടാന്നല്ല, ഇതെങ്ങനെ വേണം? ഇതിനൊരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ശാസ്ത്രത്തിന് എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല, ഭൗതികത എവിടെയും തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സുഖത്തിൻ്റെ അവസാനം എവിടെ ഉണ്ടായത്? ദുഃഖത്തിലേക്കാണ് എത്തിച്ചേർന്നത്. പക്ഷേ ദുഃഖത്തിലെത്താത്ത സുഖമുണ്ട്. തദേവ ശശ്വൻ മനസോ മകുത്സവം തദേവ ശോകർണവശോഷണം നൃണാം. ഇങ്ങനെ പറയാം. തദേവ ശശ്വൻ മനസ്സോ മഹോത്സവം. ശാശ്വതമായിട്ട് മനസ്സിന് സുഖത്തിനെ തരുന്നത് എന്താണോ, ആനന്ദത്തിനെ തരുന്നത് എന്താണോ, അതിലാണ് ഈ നമ്മുടെ ദൈവദശകം എന്തായിത്തീരുന്നത്? പരിസമാപിക്കുന്നത്. അപ്പോൾ ആനന്ദം വേണോ? എവിടെ തുടങ്ങണം? ദൈവത്തിൽ തുടങ്ങണം. അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞാൽ കുറച്ച് അതിന്റെ ഗ്രാമറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദിവ് എന്നുള്ള ഒരു ധാതു നിന്നാണ് ഉണ്ടായിട്ടുള്ളതാണ് ആ വാക്കർത്ഥം നോക്കിക്കഴിഞ്ഞാൽ. അതിന് 3 അർത്ഥങ്ങളുണ്ട് അത്ര. ഒന്ന് പ്രകാശം, പ്രകാശിപ്പിക്കുന്നവൻ, ദാനം. ഇങ്ങനെ 3 അർത്ഥം എന്താണെന്ന് പറയുന്നത്. അപ്പൊ ഈ ദൈവദശകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പറയുന്ന ദൈവത്തിന് നാമരൂപങ്ങളോ ഒന്നുമില്ല. എങ്ങനെ പറയും? ഇതിൻ്റെയൊക്കെ അതീതമായിട്ടുള്ള പേരെവിടെ എടുത്ത് പറയില്ല. ഒരു ദൈവത്തിൻ്റെയും പേരായിട്ടല്ല എടുത്ത് പറയും. കാരണം നമ്മുടെ ഭഗവാൻ എന്തില്ല? പേരില്ല. നമ്മുടെ ഭഗവാൻ എന്തില്ല? രൂപമില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് കേൾക്കാം, കാണുകയും ചെയ്യാം. എന്താ കാണാനും കേൾക്കാനും പറ്റുന്നത്? ഈ രൂപമില്ലാത്ത ദൈവത്തിനെ, പേരില്ലാത്ത ദൈവത്തിനെ നമുക്ക് ആരാധിക്കാൻ കുറച്ച് വിഷമാണ്. അപ്പം എന്ത് വേണം? നമുക്ക് ഈ വക എന്തെങ്കിലും പേര് വേണം. അപ്പം അത് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നഴ്സറി ലെവലിലുള്ള ഒരു ഇതാണെന്നാണ് പറയുക. ഈ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ പേര് വെച്ചിട്ടുള്ള ഈ ആരാധനാ രീതിയൊക്കെ അതൊക്കെ നമ്മൾ ഉയരണം. അപ്പോൾ പേരൊക്കെ ഉണ്ട് ധാരാളം. ആ പേര് വിളിക്കുമ്പോൾ നമ്മുടെ ഭഗവാന് എന്തില്ല? പേരില്ല. പക്ഷെ ഒരു രൂപം എടുത്തിട്ട് അവതരിച്ച് വന്നപ്പോൾ, ശ്രീകൃഷ്ണനായിട്ട് വന്നപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത്ഡേ ഒക്കെ കൊടുത്തു അല്ലേ? ജന്മാഷ്ടമി അല്ലെ, അഷ്ടമി രോഹിണി ഒരു രൂപമൊക്കെ കൊടുത്തു. ശ്രീരാമനായി വന്നപ്പോൾ രാമനവമി, അങ്ങനെ ഓരോന്ന് അങ്ങനെ കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ പേരും നാളൊന്നും ഇല്ലാത്ത അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ആളാണ്. അപ്പോൾ അതാണ് എല്ലാവർക്കും സ്വയം തിളങ്ങുന്നവനാണ്, പ്രകാശിക്കുന്നവനാണെന്നാണ് ഒന്ന്. പിന്നെന്താ? 3 അർത്ഥമാണെന്നാണ് പറയുക. പിന്നൊന്ന് പ്രകാശിപ്പിക്കുന്നവനാണ്. ഇപ്പം നമ്മളെയൊക്കെ പ്രകാശിപ്പിക്കുക പറഞ്ഞാൽ എന്താ? മുഖത്ത് വന്നിട്ട് ലൈറ്റ് അടിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതെന്താ? നമ്മളെയൊക്കെ ഇവിടെ പ്രവർത്തന സജ്ജരാക്കുകയാണ് നമ്മൾ. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ശക്തി ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റും. ഇത് ഈ ശക്തി, ആ ശക്തി എവിടുന്നാണ് വന്നത്? ആ ശക്തി ഉണ്ടാകുകൊണ്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഇല്ലെങ്കിൽ നടക്കണു, ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചു കിടക്കാന്ന് വിചാരിക്കുക, ശവമായിട്ട് കിടക്കുകയാണ്. അയാൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? എല്ലാം ഉണ്ടാവും. ജീവിച്ചിരിക്കുമ്പോൾ കൈയുണ്ടായിരുന്നു 2 എണ്ണം, കാലുണ്ടായിരുന്നു 2 എണ്ണം, വിരൽ 5 എണ്ണം ഉണ്ടായിരുന്നു. വല്ല കുറവുണ്ടോ? അപ്പോൾ എന്തോ ഒരു കുറവ് വന്നില്ലേ? അപ്പോൾ എന്താ ആ കുറവ് വന്നത്? ആ കുറവ് വന്നത് എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, എന്തോ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ അയാൾ നമ്മൾ ചെന്നിട്ട് റീത്തൊക്കെ വയ്ക്കുമ്പോൾ ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറയും അല്ലേ? എഴുതുന്ന അയാളത് അങ്ങനെ പറയാത്ത കാരണം എന്തെന്ന്? എന്തോ ഒരു സംഭവം പോയിട്ടുണ്ട്. അതെന്താ? ആ ശക്തി. ആ ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയെ പല പേരിലാണ് വിളിക്കുക. ചൈതന്യം എന്ന് പറയും, ആത്മാവ് പറയും, ബ്രഹ്മം എന്ന് പറയും, ദൈവം എന്ന് പറയും. ദൈവശക്തി തന്നെയാണത്. അവിടേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം ഈ ശക്തി രൂപത്തിൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ പ്രകാശിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഈ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ നീക്കണമെങ്കിലും എന്ത് വേണം? ഈ പ്രകാശിപ്പിക്കൽ വേണം. അതാരാ അത് ചെയ്യും? നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അതാരെയും കൊണ്ടേ പറ്റൂ? ദൈവത്തിനെ കൊണ്ടേ പറ്റൂ. ഈ ശക്തി വരണമെങ്കിൽ ശക്തിയിൽ നിന്നേ ശക്തിക്ക് വരാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഈ സാധനം ഉണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ട്, കറങ്ങണമെങ്കിൽ എന്ത് വേണം? അതിന്
ഒരു പവർ വേണം അല്ലേ, കറണ്ട് കൊടുക്കണം, ആ ഇലക്ട്രിസിറ്റി വേണം. ഇതില്ലെങ്കിലോ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ ശക്തി ഇല്ലെങ്കിൽ നമ്മളെ പ്രകാശിപ്പിക്കുന്ന, നമ്മളെ പ്രവർത്തന നിരതരാക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യ രൂപനാണ് ആര്? ഈ ഭഗവാൻ. ഭാഗവതത്തിലൊക്കെ പല നിരവധി സ്തുതികളിലൂടെ എപ്പോഴും തന്നെ പറയുക, യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം. അങ്ങ് അഖില ശക്തിധരനാണെന്ന് പറയുന്നത്. ഇവിടെ കൃഷ്ണനോ രാമനോ ഒന്നല്ല പറഞ്ഞു. യോന്ത പ്രവിശ്യ, ആരാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട്, മമ വാചമിമാം പ്രസുപ്താം, എൻ്റെ വാക്കുകളെ, എൻ്റെ ഇന്ദ്രിയങ്ങളെ ഒക്കെ പ്രചോദിപ്പിച്ചിട്ട് പ്രവർത്തന സജ്ജമാക്കുന്നത്, അത് ആരാണ്? അഖില ശക്തിധര. അഖില ശക്തിധരനായിരിക്കുന്ന, എല്ലാ ശക്തിയുടെയും ഇരിപ്പിടമായിരിക്കുന്ന അങ്ങാണ്. അപ്പൊ ചുരുക്കത്തിൽ ദൈവം ആരാണ്? മൂന്നർത്ഥമാണ്. സ്വയം പ്രകാശിക്കുന്നവനാണ്. വേറെ വല്ലവരുടെ ആവശ്യമുണ്ടോ ദൈവത്തിന്? ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ വരുന്നു, ഇവിടെ ഒത്തുകൂടുന്നു, നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, ഗുരുദേവ വചനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഗുരുദേവനോ അല്ലെങ്കിൽ ദൈവത്തിനോ യാതൊരു കുഴപ്പമില്ല. ആർക്കാ വേണ്ടത്? നമുക്കാണ് വേണ്ടത്. നമുക്ക് എവിടെ? ഇത് തിരുവില്ലാമലയ്ക്ക് ശേഷം പോരാ. അടുത്ത വരി എന്താ പറഞ്ഞത്? അല്ലേ, തിരുവില്ലാമലയ്ക്ക് ശേഷം മനസ്സിലായില്ലേ? നേരെ റൈറ്റ്. എന്താ പറഞ്ഞത്? അടുത്ത വരിയിൽ എന്താ പറഞ്ഞത്? കൈവിടാതങ്ങ് ഞങ്ങളെ, പിന്നെ നാവികൻ, ദൈവമേ കേൾക്കുമാറാണെന്നത്. അതിലൊരു ഇങ്ങുണ്ട്. എന്താ ഇങ്ങ് പറഞ്ഞാല്? ഇവിടെ, അല്ലാതെ മരിച്ചു പോയിട്ട് അവിടുന്നല്ല, ഇവിടെയാണ് അതൊക്കെ വേണ്ടത്, ഇവിടുന്നാണ് കാത്തു രക്ഷിക്കേണ്ടത് അല്ലേ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാല് മരിച്ച് നമ്മൾക്ക് എവിടെയും അങ്ങനെ ഇതിനല്ല നമുക്ക് പ്രാധാന്യം. മരിച്ചു പോയിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും നമ്മളുടെ എവിടെയും അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ ഈ വീട്ടിലിരുന്നിട്ട് എങ്ങനെ സ്വർഗം, വീടിനെ എങ്ങനെ സ്വർഗമാക്കാം എന്ന് പറയുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെയും. അപ്പോൾ ഈ ദൈവം സ്വയം പ്രകാശിക്കുന്നവനാണ്. വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. പിന്നെയോ നമ്മളെയൊക്കെ പ്രകാശിപ്പിക്കുന്നവനാണ്. പ്രകാശിപ്പിക്കുക പറഞ്ഞാൽ ലൈറ്റ് ഇടുക എന്നല്ല അർത്ഥം. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളുടെയൊക്കെ പ്രവർത്തന സജ്ജരാക്കുന്നവനാണ്. പിന്നെയോ ദാനം എന്ന് അർത്ഥമുണ്ട്. എന്താ ദാനം ചെയ്യുന്നത്? മഹിമകൾ. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ പറയും ഭഗവാനെ ജയിക്കുക എന്നൊക്കെ പറയും. ഭഗവാൻ അല്ല, നമ്മളാണ് ജയിക്കണത്, ഭക്തന്മാർ ജയിക്കണം എന്നാണ് പറയുന്നത്. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും എന്താ അർത്ഥമാക്കുന്നത്? എന്താ? നമ്മൾ ജയിക്കലാണ്. പിന്നെന്താ പറഞ്ഞ? ദൈവമേ. അപ്പൊ ആരാ ദൈവം? സ്വയം പ്രകാശിക്കുന്നവനാണ്, നമ്മളെ പ്രവർത്തന നിരതരാക്കുന്നവനാണ്, മഹിമകളെ, ഭഗവത് ഗുണങ്ങളെ നൽകുന്നവനാണ്, ദാനം ചെയ്യുന്നവനാണ്. പിന്നെന്താ പറഞ്ഞ? ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കാക്കണം. എന്താ കാക്കുക പറഞ്ഞാല്? രക്ഷിക്കുക. കാരണം ഇവിടെ എല്ലാം നമ്മൾക്ക് വഴി തെറ്റാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക. അതിൽ നിന്നാണ് നമ്മളെ കാക്കേണ്ടത്. എങ്ങനെ വഴി തെറ്റുന്നത്? എവിടെ നോക്കിയാലും ശരി, നമ്മളെ ചീത്ത വഴിയിലേക്ക് നയിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മളിവിടെ കാണുക. ഇപ്പം ഇന്നലെ വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടു. കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ, ബസ് സ്റ്റാൻഡിൻ്റെ അധീനൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ്. എന്താ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുകയാണ്, ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ ലഹരി മാഫിയക്കാർ ധാരാളമുണ്ട്. ഇന്നലെ കണ്ട ഒരു മെസ്സേജ്. അപ്പം എന്താ? കാക്കണം. ഏതിൽ നിന്ന് കാക്കണം? ലഹരിയിൽ നിന്ന് കാക്കണം അല്ലേ. ലഹരി മാത്രമൊന്നുമല്ല, ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളെ 5 സ്ഥലത്തേക്ക് 5 പേര് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിന്. ഈ 5 എന്നതിന് പറയാം. ആരൊക്കെയാണ് ഈ 5 പേര്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അപ്പൊ കണ്ണ് പറയാണ് കണ്ടത് പോരാ, കണ്ടത് പോരാ, കണ്ടത് പോരാ, ഇനിയും കാണണം, ഇനിയും കാണണം. നാക്ക് പറയാണ് കഴിച്ചത് പോരാ, കഴിച്ചത് പോരാ, ഇനിയും കഴിക്കണം, ഇനിയും കഴിക്കണം. എന്നിട്ടോ ഈ നാക്ക് ആള് ചില്ലറക്കാരനെന്നല്ല, ഒരുപാട് സ്ഥലത്തൊക്കെ നാക്ക് നമ്മളെ പിടിച്ചു വലിക്കുക. പിന്നെയോ അതാണ് നമ്മളിപ്പോൾ പേപ്പറിലൊക്കെ കാണാനല്ലോ, ഇടയ്ക്ക് റോഡ് വെക്കത്തുനിന്ന് ഏതോ ഒരു വർമ്മ കഴിച്ചു, അയാളുടെ പണി കഴിഞ്ഞു എന്നൊക്കെ കേൾക്കില്ലേ. നാക്ക് കിട്ടുക റോട്ടും ചാലിൻ്റെ മേലെ വെച്ചിട്ട് എത്ര വൃത്തികെട്ട സ്ഥലത്തായാലും ശരി, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇരിക്കണ കണ്ട എന്താ ചെയ്യുക? ഓടി ചെന്നിട്ട് അതിങ്ങോട്ട് മേടിച്ചിട്ട് കൊട്ട കണക്കിന് അങ്ങോട്ട് കഴിക്കും അല്ലേ. അപ്പം എന്നിട്ട് എന്താണ്ടാവുക? ഇത് തന്നെയാണ് ഈ നാക്ക്. ഇനി ത്വക്കാണെങ്കിലോ സ്പർശസുഖം പോരാ പോരാ എന്നും പറഞ്ഞിട്ട് ഒന്നും മതിയാവില്ല ഇവർക്കൊന്നും.
പിന്നെയോ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ചെവി ഇത് തന്നെയാണ്. കേട്ടത് പോരാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ യാത്രയൊക്കെ ചെയ്തിട്ട് ഏതിനെങ്കിലുമൊക്കെ പോണ സമയത്ത് ആരോടെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ചെവിയിലൊരു സാധനം വെച്ചിട്ട് വേറെ എന്തോണ് അവർ കേൾക്കണത്, ഒന്നും അറിയുന്നില്ല. മൊബൈലിൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് മൊബൈൽ വെച്ചാൽ ഇത് ചെവിയിൽ വെച്ചാൽ ഇത് കേൾക്കുന്നതാണ്. അപ്പോൾ എന്താ ഇത് കേട്ടത് പോരാ പറഞ്ഞിട്ട് അതിനെയൊക്കെ വാരി വലിച്ചിട്ട് ഇങ്ങനെ എവിടെ ഇതിൽ ഈ ലഹരി പറഞ്ഞാൽ എന്താ, ഇതിൽ ഏതൊക്കെ 1-2 ആൾക്കാർ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. ഇത് എവിടുന്നാ പോയത്? ഗൾഫിലുള്ള ആൾക്കാരാണോ പോയത്? നമ്മുടെ ശരീരത്തിലുള്ള ഈ 5 പേരിൽ ചിലര് എന്ത് ചെയ്യുന്നു? പോരാ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് വേണം? ഇവിടെ പ്രലോഭനങ്ങളാണ് കൂടുതൽ, ഇവിടെ അധാർമികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അതിന് മധുരം കൂടും. ഈ പ്രലോഭനങ്ങൾക്ക് എന്തുണ്ട്? അവ പുറമെ നല്ല കളറുള്ള പൊതിയും കൊണ്ടാ വരിക. അത് ആകർഷണീയമായിരിക്കും. മറ്റു കാര്യങ്ങളോ അത്ര ആകർഷണം ആവൂല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒന്നിലും പെടാതെ, കാരണം ഇവിടെ പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങ് എന്ത് ചെയ്യണം? അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണം എന്ന് പറയണം. നമ്മളെ ഏതിൽ നിന്ന്? അധർമ്മത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, ഈ ഇന്ദ്രിയങ്ങളുടെ ഈ കെട്ടിവരികളിൽ നിന്ന്, ഇന്ദ്രിയങ്ങളുടെ പുറത്തേക്കുള്ള ഒഴുക്കുകളിൽ നിന്ന്. ആത്മോപദേശ ശതകത്തിൽ പറയും ഇതിനെ, ഈ 5 എണ്ണത്തിനെ അരിഞ്ഞില്ലാതാക്കണം എന്ന് പറയും. ആത്മോപദേശ ശതകത്തിൽ 24ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു. ശ്ലോകം നമ്പർ കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പം എന്തായാലും അതിൽ പറയും. ഇന്നത്തെ മാതൃഭൂമി പേപ്പറിലുണ്ട് ആത്മോപദേശ ശതകത്തിൽ ഒരു ശ്ലോകം 4 വരിയാണ് ഇന്നത്തെ പേപ്പറിൽ വരുന്ന ഗുരുദേവന്റെ ചിത്രത്തോടൊപ്പം ഇട്ടുള്ളത്. അതിൻ്റെ അവസാനത്തെ വരി നല്ല എല്ലാവരും പറയും അല്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അതിൻ്റെ തൊട്ട് മുമ്പേയും ഈ ആ വെച്ചിട്ട് തന്നെയാണ് പറയും. അവനും നീയും എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന 2 വരികൾക്ക് ശേഷമാണിത് പറയുന്നത്. എന്താ പേപ്പറിൽ ആ 4 വരി ഇട്ടിട്ടുണ്ട്. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിൽ. ഇതിലും വലിയൊരു തത്വശാസ്ത്രം എവിടെ നമുക്ക് കാണാൻ സാധിക്കുക അല്ലേ? മറ്റുള്ളവർക്കും അവനവൻ മാത്രമല്ല എല്ലാവരും നന്നായിട്ട് ഇരിക്കട്ടെ എന്നുള്ള ഈ തത്വശാസ്ത്രം ഇത്ര ഗംഭീരമായിട്ട് നമ്മളെ ലളിതമായ പദങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള മഹാത്മാവാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ. പിന്നീട് അപ്പോൾ ആരായി? ദൈവം എന്താണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായില്ലേ? ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ? വാക്കുകളെ കൊണ്ട് ദൈവത്തിനെ പറഞ്ഞാൽ തീരില്ല. വാക്കുകൾ പരിമിതമാണ്, വാക്കുകളെ കൊണ്ട് സാധിക്കില്ല. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞു വരും. പിന്നീട് എന്താ പറഞ്ഞ? ഞങ്ങളെ എന്ത് ചെയ്യണം? കാത്ത് രക്ഷിക്കണം എന്ന് പറയുകയാണ്. എവിടുന്ന്? ഇമാതിരിയുള്ള അനീതിയുടെ ഇതിൽ നിന്നൊക്കെ കാക്കണം എന്നാ പറയുന്നത്. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ. എന്താ പറഞ്ഞ? കൈവിടാതെ, കൈ വിടരുത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ പോണ സമയത്ത് ഭഗവാൻ ദൈവം എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഇങ്ങട് പിടിക്കണം എന്നാണ് ഗുരുനാഥൻ പറയുന്നത്. ശരിക്കും 2 പിടുത്തണ്ടെന്നാണ് പറയും. ഒന്ന് കൈ അങ്ങട് പിടിക്കാം, ഒന്ന് ഇപ്പം നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ തിരക്കേറിയ റോട്ടിൽ കൂടെ ഒരു കുട്ടിയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ കുട്ടി വണ്ടിയുടെ ഇടയിലൊന്നും പെടാതെ ഇരിക്കാൻ വേണ്ടി കുട്ടി നമ്മുടെ കൈ പിടിക്കണോ, നമ്മൾ കുട്ടിയുടെ കൈ പിടിക്കണോ? ഏത് പിടുത്താ നല്ലത്? നമ്മൾ കുട്ടിയുടെ കൈ പിടിക്കണം അല്ലേ? ഇതിന് 2 ന്യായങ്ങളാണ് പറയാം. മർക്കട കിശോര ന്യായം എന്നും പറയും, മാർജാര കിശോര ന്യായം എന്നും പറയും. വാക്ക് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. മർക്കടൻ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ, മാർജാരൻ എന്ന് പറഞ്ഞാൽ ആരാ? പൂച്ച. ഈ 2 കൂട്ടരും കുട്ടികളെ പിടിക്കണ 2 രീതിയിലാണ് അത്ര പിടിക്കുക. പൂച്ച എങ്ങനെ പിടിക്കുക? കഴുത്തിൽ കൃത്യമായിട്ട് പിടിക്കും. കുട്ടിക്ക് യാതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് എന്ത് ചെയ്താൽ മതി? വെറുതെ എങ്ങനെ നിന്നാൽ മതി അല്ലേ? കുരങ്ങനാണെങ്കിലോ കുട്ടിയെ ശ്രദ്ധിക്കില്ല അത്രേ. ഈ കുരങ്ങനെ എന്ത് ചെയ്യണം? കുട്ടി പിടിക്കണം. അപ്പൊ കുരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഇതിൽ ഏത് പിടുത്താ വേണ്ടത്? നല്ലത് ഏത് പിടുത്താ? മാർജാറിന്റെ പിടുത്താണ്. ഇവിടെ എന്താ ഗുരുദേവൻ പറഞ്ഞ? കൈവിടാതെ അങ്ങ് ഞങ്ങളെ പിടിക്കണം. നമ്മൾ പിടിച്ചാൽ ഗുരുദേവൻ അറിയും. നമുക്ക് ഫേസ്ബുക്കും ഇതൊക്കെ നോക്കാണ്ടാവും കുറച്ച് കാലം കഴിഞ്ഞാൽ. നമ്മൾ പിടിച്ചാൽ പിടുത്തം വിടും. ഇപ്പൊ നോക്കിപ്പോ ഇവിടുന്ന് ഇപ്പൊ എത്ര ആൾക്കാർ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ടാവും? കുറെ ആൾക്കാർ ക്ഷണിച്ചിട്ടുണ്ടാവും. കുറെ ആൾക്കാർ പിടുത്തം വിട്ടു, ഇങ്ങോട്ടുള്ള പിടുത്തം വിട്ടു. എന്താ കാരണം? നമുക്ക് ഇതിലേറെ തിരക്കുള്ളത് വിടാനെളുപ്പം ഈശ്വരീയമായ കാര്യങ്ങളാണ് അല്ലേ? വിടാനെളുപ്പം ഏതാ? ദൈവദശകൻ രാവിലെ ഞാനൊന്ന് തിരഞ്ഞെടുക്കണം. ദൈവദശകൻ ഞാൻ ദിവസത്തിൽ 1 പ്രാവശ്യം ചൊല്ലും. 2 ദിവസം ചൊല്ലും, 3 ദിവസം ചൊല്ലും, 4ാമത്തെ ദിവസം എന്താ ചെയ്യുക? വേഗം വിടും. കാരണം എന്താ? വിടാനെളുപ്പം എന്താ?
ഇതാണ്. അപ്പം നമ്മുടെ സ്വഭാവമാണ്. അത് ഗുരുദേവൻ നേരത്തെ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞ്, ദൈവമേ അങ്ങ് എന്നെ പിടിച്ചോളണേ. കീർത്തനങ്ങളൊക്കെ അങ്ങനെ പോവാ, കുറെ ഇതൊക്കെ പറയും. എന്നിട്ട് അങ്ങോട്ട് പറയുന്നേ എനിക്ക് ചിലപ്പോൾ പിടിക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങ് എന്നെ പിടിക്കണം, കൈവിടാതെ. അതാണ് കൈവിടാതെ. അപ്പൊ ഓരോ വാക്കുകളും നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് സംഭവം. പുറമേ വളരെ ലളിതമാണെങ്കിലും പിന്നെന്താ പറഞ്ഞത്, കൈവിടാതെ എന്നെ പിടിക്കണേ എന്നാണോ പറഞ്ഞത്. പറയാൻ സാധിക്കില്ല ഗുരുദേവനെ പോലൊരു മഹാത്മാവിന്. കാരണം സ്വന്തം കാര്യം ചിന്താബാധ ആർക്കേ ഉള്ളൂ, നമുക്കൊക്കെ ഉള്ളൂ. ഗുരുദേവൻ എന്താ പറഞ്ഞ, ഞങ്ങളെ. അതിൽ ആര് വരും, പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും വരും. അവിടെ ഒരിക്കലും വ്യക്തി താല്പര്യമില്ല. അവിടെ എന്തേ ഉള്ളൂ, സമൂഹത്തിൽ നമ്മുടെ എന്ത് കാര്യം നോക്കിക്കോളൂല്ലേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അല്ലാതെ ഞാൻ എൻ്റെ മക്കളിൻ്റെ ഏട്ടനെ മാത്രം സുഖിച്ചാൽ മതി എന്നല്ല പറഞ്ഞതല്ലേ. വസുദൈവ കുടുംബകം. എന്താ, എല്ലാവരും എൻ്റെ കുടുംബക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ ഒരിക്കലും ഏകവചനമായിട്ട് ഇവിടെ എവിടെയും കാണാൻ സാധിക്കില്ല. കാരണം എന്താ, അങ്ങനത്തെ ആ ഒരു ഉദാത്തമായിട്ടുള്ള എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു ചിന്താ രീതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയാണ് ആരുടെ കാണുക, ഗുരുദേവന്റെ ഇത്തരം മഹാത്മാക്കളുടെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പൊ എന്താ പറഞ്ഞത്, ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ. അല്ലയോ ദൈവമേ, ഈ പ്രപഞ്ചത്തിൽ എൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും. എൻ്റെ മനസ്സ് ഗുരുദേവനല്ലാത്ത അല്ലെങ്കിൽ ഈശ്വര സംബന്ധമല്ലാത്ത ഒരുപാട് എണ്ണത്തിൻ്റെ പിന്നാലെ പോകാൻ ഇടയുണ്ട്. അതിൽ നിന്നൊക്കെ അല്ലയോ ഭഗവാനെ, അല്ലയോ ദൈവമേ, അങ്ങ് എന്ത് ചെയ്യുക, കാത്ത് രക്ഷിക്കണം. അതിലൊന്നും പെടാതെ. അത് എങ്ങനെ വേണം, ഞാൻ അങ്ങയെ അല്ല പിടിക്കുന്നത്, അങ്ങ് എന്നെ പിടിക്കണം. ദൈവത്തിനോട് പറയണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ, കൊണ്ടാടിയാൽ കൂടിയാടുന്ന പറയാം. നമ്മൾ ഒരടി ഭഗവാന്റെ അടുത്തേക്ക് നടന്നു കഴിഞ്ഞാൽ, ശ്രീരാമകൃഷ്ണ പരമഹംസർ എപ്പോഴും പറയുന്നതാണ്, ഒരടി ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ നടന്നു കഴിഞ്ഞാൽ 10 അടി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുത്രേ. പക്ഷേ ഈ ഒരടി ഭഗവാന്റെ അടുത്തേക്ക് വെക്കാൻ നമ്മൾ തയ്യാറല്ല. തയ്യാറായാൽ അത് നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ മനസ്സിലാവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം എന്നെ മാത്രം രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ല, എങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ കൈ ഇങ്ങോട്ട് വന്നിട്ട് പിടിക്കണം. അല്ലെങ്കിൽ എന്താ, നമുക്കിവിടെ ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്. എന്താ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ, പ്രകർഷേണ ആരംഭിച്ച കാര്യങ്ങളെന്നാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിവിടെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട്. മല പോലെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും നിർവഹിക്കേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ ചിന്തിക്കണം, അതൊക്കെ പ്രവർത്തിക്കണം. കുടുംബമായിട്ടിരിക്കുമ്പോൾ, ഒരു ധാർമ്മികമായിട്ടിരിക്കുമ്പോൾ കുറേ ഉത്തരവാദിത്തങ്ങൾ വരും. അതിനൊന്നും ഒഴിവാക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു, പിന്നെ കുറച്ച് ഉദാഹരണത്തിലൂടെ, ഉപമകളിലൂടെയാണ് അടുത്ത 2 വരി നീങ്ങുക. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ. ഞാനിവിടെയാണ്, എൻ്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഈ ശരീരത്തിലാണ്. ഈ സമയത്താണ്, ഇവിടെ വെച്ചിട്ടാണ് അങ്ങ് രക്ഷിക്കേണ്ടത്. അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മരിച്ചു പോയതിന് ശേഷം അപ്പം മാത്രം പോരാ. ഇപ്പോഴും എന്ത് വേണം, ഇവിടെ വെച്ചിട്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത്, എൻ്റെ ശരീരത്തിൽ ജീവനുള്ള സമയത്ത്, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത്, ഈ ശരീരം കൊണ്ട് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ വെച്ചിട്ട് അങ്ങ് എന്ത് വേണം, ഞങ്ങളെ എന്ത് വേണം, കൈവിടാതെ പിടിച്ച് രക്ഷിക്കണേ. കാരണം ഇവിടെ 4 പുറവും എല്ലാ ഭാഗത്തും നമ്മൾ കാണുന്നത് നമ്മളെ വഴിതെറ്റിക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണേ എന്നാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെ, അല്ലേ? കുട്ടികളെ കാത്തിരിക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, കുട്ടികളെയൊക്കെ കാത്തിരിക്കുന്നത് എന്താണ്, 4 പുറവും ഈ മാരിക്കുഴികളാണ്. ഏതിൽ ചെന്നിട്ടാ പെടുക എന്നറിയില്ല. നമ്മളെയും കാത്തിരിക്കണത് അത് തന്നെയാണ്. കുട്ടികളെ മാത്രമല്ല, വൃദ്ധരായാലും ശരി, ഇനിയിപ്പോൾ യുവാക്കളായാലും ശരി, ഏത് അവസ്ഥയിലും ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഇത്തരം അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇവിടെ കാണും. നമ്മളെ എന്തിലേക്ക് നയിക്കണം, ധർമ്മത്തിലേക്ക് നയിക്കണം. ആ ഗുരുദേവ ധർമ്മത്തിലേക്ക് എന്നെ നയിക്കണേ. ഈ അധർമ്മത്തിൽ നിന്നും ആ ധർമ്മത്തിലേക്ക്, അധർമ്മത്തിലേക്കല്ല, ആ ഗുരുദേവ ധർമ്മത്തിലേക്ക്, ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ജീവിതത്തിലേക്ക് എന്നെ നയിക്കണേ. ഞാനിവിടെ ഒരു കടലിലാണ് എന്ന് പറയണം. ഏതാണ് ആ കടല്? ഏതാണ്? നാവികൻ നീ ഭവാബ്ധിക്കൊരാവിവൻ
തോണി നിൻപദം. അബ്ദി എന്ന് പറഞ്ഞാൽ കടലാണ്. കടലിന് ഒരുപാട് പര്യായങ്ങളുണ്ട്, എല്ലാം നല്ല അർത്ഥമുള്ളതാണ്. സാഗരം, ആഴി, അബ്ദി, കടല്, എത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എവിടെയാണ്? ഞാനൊരു കടലിലാണ്. അപ്പോൾ ഏതാണ് ആ കടല്? ദുഃഖവും ദുരിതവും നിറഞ്ഞിട്ടുള്ള ജീവിതമാകുന്ന ഈ കടലിലാണ് ഞാനിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ, ഇതിലെന്തൊക്കെ ഉണ്ടാവും? ദുഃഖം ഉണ്ടാവും, ദുരിതം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും ഇതിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലോ ഒന്നുണ്ടാവും കൊണ്ടാണ് നമുക്ക് മറ്റൊന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ കടലിൽ വെള്ളത്തിൽ രക്ഷിക്കാൻ എന്ത് വേണം? ഒരു വാഹനം വേണം. അത് ഏതാണ്? അതാണ് ഇവിടെ തോണി എന്ന് വേണം, അല്ലേ? തോണിന്നോ കപ്പലെന്നോ ഒക്കെ പറയാം. അപ്പം അങ്ങനെയുള്ള കപ്പലായിട്ട് ആ കപ്പൽ മാത്രം ഉണ്ടായാൽ പോരാ, ആ കപ്പലിനെ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. അയാളൊക്കെ എന്താ പറയുക? നാവികൻ, ക്യാപ്റ്റൻ. ഷിപ്പിൻ്റെ ആ കപ്പലിനെ നിയന്ത്രിക്കുന്ന ആളായിട്ട് അങ്ങ് വന്നിട്ട് ഗുരുദേവ ആശ്രയമായിട്ടുള്ള ഈ രീതിയിലുള്ള ജീവിതത്തിലൂടെ എന്നെ എങ്ങോട്ട് നയിക്കണം? അങ്ങയുടെ എങ്ങോട്ട് ജയിക്കണം? പദത്തിലേക്ക്. രണ്ടർത്ഥം പറയും പദത്തിന്. അപ്പൊ ഇവിടെ അങ്ങ് ആരായി തീരണം? എൻ്റെ ജീവിതമാകുന്ന ആ യാത്രയിൽ നേർവഴി കാണിക്കുന്ന നാവികനായിട്ട്, അല്ലയോ ദൈവമേ അങ്ങ് മാറണം. നാവികൻ നീ ഭവബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. രക്ഷപ്പെടണ്ടേ? ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പൊ ഇവിടെ നരകാണോ ചോദിച്ചാൽ നരകല്ല, പക്ഷെ നരകത്തിലേക്ക് നയിക്കാനുള്ള വഴികൾ ഇവിടെ ധാരാളമുണ്ട്. അതിലൊന്നും പെടാതെ അങ്ങ് എന്ത് ചെയ്യണം? എന്നെ കാത്ത് രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം? വെറുതെയാണ് പറയില്ല. 2 ഉപമകൾ അവിടെ പറഞ്ഞു, ഇല്ലെങ്കിൽ 2 ഭാവനകൾ അവിടെ പറഞ്ഞു. ഒന്ന് നാവികനാണ്, ഒന്നെന്താ കടലാണ്. അപ്പൊ കടലിന് എന്താ പറഞ്ഞത്? ഭവാബ്ദി എന്നാ പറഞ്ഞത്. ഈ ഭവാബ്ദി എന്ന് പറഞ്ഞാൽ ഭവം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്നതിന് ഈ ഭവം എന്ന് പറയുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഈ ആവർത്തനമായിട്ടുള്ള അനുഭവങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് കാണുക. ഇപ്പോൾ നോക്കൂ, ഇവിടെയൊക്കെ കുറേ ആൾക്കാരുണ്ട്, പ്രായമായ ആൾക്കാരാണ്, കുറേ ആൾക്കാരൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ പിന്നാക്കം നോക്കുക. നമ്മൾക്ക് കുട്ടിക്കാലത്ത് ഇപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? കുട്ടിക്കാലത്ത് ഇങ്ങനെ സ്കൂളിലൊക്കെ പോയി അന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. എന്ത്? SLC ഒന്ന് ജയിക്കണം, അല്ലേ? വലിയ ആഗ്രഹമാണ്. 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കണം. അന്നൊക്കെ ആണെങ്കിൽ എത്ര? 210 ആണ്. 210 ഒന്ന് ചാടി കിട്ടണം. അപ്പോൾ അതായിരുന്നു അന്നത്തെ വലിയ ആഗ്രഹം. അങ്ങനെ SLC ജയിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇത് എവിടെ എത്തിയിട്ടില്ല, പ്രീ ഡിഗ്രിയിലെ അതൊന്ന് ജയിക്കണം. അപ്പോഴാണ് മനസ്സിലായത് ഇത് എവിടെ എത്തിയിട്ടില്ല. പിന്നെയാണ് മനസ്സിലാവുക, പ്രീ ഡിഗ്രി ജയിച്ചിട്ടൊന്നൊരു കാര്യമില്ല, എന്തെങ്കിലും ജോലി വേണം. അപ്പം ജോലി നേടിയപ്പോഴാണ് മനസ്സിലായത് ഇത് പോരാ, ഒരു വിവാഹം കഴിക്കണം. വിവാഹം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ഇത് പോരാ, ഒരു കുടുംബം വേണം, കുട്ടികളാകണം. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയെ ഒന്ന് നന്നായിട്ട് പഠിപ്പിക്കണം. പിന്നത്തെ ചിന്ത എന്താ? ഈ കുട്ടി ഒന്ന് 210 ചാടി കിട്ടണം. 210 പറയരുത്, SLC കഴിയണം. നേരത്തെ ഒരു SLC കഴിയലുണ്ടായില്ലേ? അതാരുടെ? അത് അവനവൻ്റെ. ഇപ്പം ആരുടെ SLC കഴിയണം? ഇപ്പം മകൻ്റെ. പിന്നെന്താ ഒരാഗ്രഹം? ഇവൻ്റെ ഒരു +2 അല്ലേ, ഒരു പ്രീ ഡിഗ്രി കഴിയണം. നേരത്തെ ഒരു പ്രീ ഡിഗ്രി കഴിയണ്ടായി. പിന്നെന്താ ആഗ്രഹം? ഇവൻ എങ്ങനെയെങ്കിലും ഒരു കല്യാണം പിന്നെ ആവാലെ, ജോലി കിട്ടണം. പിന്നെന്താ ആഗ്രഹം? ഇവന് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണം. നേരത്തെ ഉണ്ടായില്ലേ? ഇത് നേരത്തെ ഒരാളുടെ ജോലി കിട്ടലുണ്ടായില്ലേ? അതാരുടെ ജോലി കിട്ടല? അവനവൻ്റെ. പിന്നെയും അപ്പോൾ ഇതെന്താ സംഭവം? ഇത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. ഇതാണ് പൂന്താനം ജ്ഞാനപ്പനയിൽ പറയും, ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും. പിന്നെ കുറെ ആഗ്രഹങ്ങൾ ഇങ്ങോട്ട് പറയും. എന്നിട്ട് അവസാനം ഒരു വരിയുണ്ട്, ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ തിരുവില്ലാമലയ്ക്കു പോകുന്നു പാവം. തിരുവില്ലാമലയ്ക്കല്ല, എന്തായാലും പറഞ്ഞു, ഇത്തമോരൊന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കണ്ടത്? ആവർത്തനം. നമ്മുടെ 10 കഴിഞ്ഞാൽ മകൻ്റെ ഇനി അവിടെയും തീർന്നില്ല, പിന്നെ പേരക്കുട്ടിയായി. പേരക്കുട്ടി ഇതേപോലെ 10 കഴിയണം, അവന് കല്യാണം കഴിക്കണം. അവന് പേരക്കുട്ടിക്ക് അച്ഛങ്ങനെ നോക്കണം, മുത്തച്ഛങ്ങനെ നോക്കണമെന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. എന്നാലും ശരി. അപ്പം ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതാണ് ശങ്കരാചാര്യ ഭജഗോവിന്ദത്തിൽ പറയും, പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. അപ്പോൾ ഇവിടെ ഗുരുദേവൻ എന്താ പറഞ്ഞത്? ഭവാബ്ദി. ഭവാബ്ദി പറഞ്ഞാൽ എന്താ?
ഈ ആവർത്തന സ്വഭാവമുള്ള അനുഭവങ്ങളിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലാണ് ഞാനിവിടെ, ആ ജീവിത സമുദ്രത്തിലാണ് ഞാനിവിടെ ഉള്ളത്. ഈ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? കപ്പൽ വേണം, അല്ലെങ്കിൽ തോണി വേണം. ആ തോണി എന്താവണം? ആ തോണി ആര് നിയന്ത്രിക്കണം? ആ തോണി ഭഗവാൻ നിയന്ത്രിക്കണം. നാവികൻ നീ. ആരാ നാവികൻ? ഭഗവാനാണ്. ഭഗവാനെ ഈ കവിതയിലൊക്കെ നീ എന്നൊക്കെ വിളിക്കാട്ടോ. അത് പോയറ്റിക് ഫ്രീഡം എന്ന് പറയും. എന്താ, കവിക്ക് ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ ചില സ്വാതന്ത്ര്യമൊക്കെ അല്ലേ? എന്താ സ്വാതന്ത്ര്യം? അമ്മയെ ചീത്ത പറയാം അല്ലേ, അച്ഛനെ ചീത്ത പറയാം, ഇതൊക്കെ അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം. പറഞ്ഞിരുന്നത് അവരല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് കേൾക്കുക അല്ലേ? അപ്പം എന്താ അങ്ങനെ നമ്മുടെ, അപ്പം അത് അങ്ങ് ആരാണ്? നാവികനായിട്ട് വരണം. ഞാനിവിടെ എങ്ങനത്തതാണ് എൻ്റെ ജീവിതം? ആവർത്തന സ്വഭാവമുള്ളതാണ്. അത് എപ്പോഴും അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? പ്രലോഭനങ്ങളാണ് ഇവിടെ കൂടുതൽ. ഇവിടെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിയാനാണ് എൻ്റെ ആർക്ക് താല്പര്യം? 5 പേരൊക്കെ താല്പര്യം. ഈ 5നെയും എന്ത് ചെയ്യണമെന്ന ആത്മോപദേശ ശതകത്തിൽ പറയുന്നത്? അരിഞ്ഞരിഞ്ഞ് ഇല്ലാതാക്കണം ഈ 5 എണ്ണത്തിനെയും. അതിൻ്റെ അർത്ഥം എന്താ? ഇവയുടെ വിഷയങ്ങളിലേക്ക്, മറ്റ് വസ്തുക്കളിലേക്കുള്ള ഇവയുടെ യാത്രയെ ഇല്ലാതാക്കണം. എന്നിട്ട് അവയൊക്കെ എങ്ങോട്ട് തിരിച്ചു വിടണം? ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു വിടണം. അതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇവിടെ പറയില്ലേ. ഇപ്പം എന്തൊക്കെയായി? ഇപ്പോൾ ദൈവമേ എങ്ങനെ കൈവിടാതെ, പിന്നെ നാവികൻ ദൈവമേ കാത്തുകൊള്ളുക. അല്ലയോ ദൈവമേ, അങ്ങനെ ഇവിടുത്തതിൽ നിന്നൊക്കെ രക്ഷിക്കണം, കാക്കണം. എങ്ങനെ വേണം പിടുത്തം? എങ്ങനെ വേണം? ഞാൻ അങ്ങേ പിടിച്ചാൽ പോരാ, അങ്ങ് എന്നെ പിടിക്കണം. കൈവിടാതിങ്ങ് എന്നെ എന്ന് പറഞ്ഞോ? എന്നെ എന്ന് പറഞ്ഞോ? ഇല്ല, നമ്മളെ എല്ലാവരെയും. കാരണം ലോകത്തിലെല്ലാവരെയും ഒന്നായി കാണാനാണ് ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങ് ആരാണ്? നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. എനിക്ക് രക്ഷപ്പെടാനുള്ള തോണിയുടെ നാവികൻ, ക്യാപ്റ്റൻ, കപ്പൽ ഓടിക്കുന്നവൻ അങ്ങാണ്. അങ്ങയുടെ പാദത്തിനെ ഞാനിതാ ആശ്രയിക്കുന്നു എന്നും ആക്കാം. അല്ലെങ്കിലോ അങ്ങയുടെ പദം. അവസാനം എന്താ പറഞ്ഞ്? ആവിവൻ തോണി നിൻ പദം. 2 അർത്ഥെടുത്താലും ശരിയാണ്. പദം എന്ന് പറഞ്ഞാൽ വാക്കാണ്. എന്ത് വാക്ക്? ഗുരുദേവൻ പറഞ്ഞിട്ട് നമ്മളോട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എങ്ങനെ പറഞ്ഞ? നമ്മൾ ആദ്യം പറഞ്ഞു 5 രീതിയിലാണ് നമ്മളോട് പറഞ്ഞത്. ഗദ്യമായിട്ട് പറഞ്ഞു, പദ്യമായിട്ട് പറഞ്ഞു, തർജിമകളായിട്ട് പറഞ്ഞു, വേദാന്ത കൃതികൾ, അതിൽ തന്നെ വേദാന്ത കൃതികൾ, സ്തോത്രകൃതികൾ, അങ്ങനെയൊക്കെ പറയും. സ്തോത്രങ്ങൾ എത്രങ്ങാനും സ്തോത്രങ്ങളാണ്. വിനായകാഷ്ടകം, ലേഖന എത്ര അഷ്ടകങ്ങളാണ്. ഒരുപാട് 65 ഗുരുദേവൻ്റെ കൃതികളെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ മാഷ് പറഞ്ഞതിന് ശേഷം ഈ ഇടയ്ക്ക് ഒരു ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ അവിടെ സമ്പൂർണ്ണ കൃതികൾ കണ്ടു. അത് വാങ്ങി കുറച്ച് വായിച്ചു. അപ്പോൾ അതിൽ 66 അതിൽ കണ്ടു. 65 തോന്നുന്നു വ്യാഖ്യാനങ്ങൾ ലൈൻ ബൈ ലൈനായിട്ട് കണ്ടു. അപ്പോൾ എന്തായാലും ഇത് എല്ലാ കൃതികളും. അപ്പോൾ അതിൽ പല രീതിയിൽ വരും. തർജിമകളുണ്ട്. പിന്നെ ഉപനിഷത്തിന് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ തർജിമയുണ്ട്. ഏറ്റവും ഗുരുദേവന് ഇഷ്ടപ്പെട്ട ഒരു ഉപനിഷത്തായിട്ടാണ് പലരും പറഞ്ഞിട്ടുള്ളത് ഈശാവാസ്യ ഉപനിഷത്ത്. 18 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. അതൊക്കെ ഇതിൽ വളരെ ലളിതമായിട്ട് ഈ നമ്മുടെ ദൈവ ദശകത്തിൽ തന്നെ 1-2 ശ്ലോകങ്ങളിലൂടെ വരുന്നുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ അങ്ങയുടെ പാദം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ പാദമല്ലേ നമുക്ക് വേണ്ടത്. ആ പാദങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ട. കാല് പിടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ആരുടെ കാല്? ഭഗവാന്റെ പാദങ്ങളെ. അപ്പം അത് എല്ലായിടത്തും കാണാം. നാരായണീയായാലും ഇങ്ങനെയുള്ള കൃതികളായാലും ഒക്കെ കാണാം. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എവിടെ അറിയാം? തേ പാദമൂലം, അങ്ങയുടെ പാദങ്ങൾ ഭഗവാന്റെ പാദങ്ങളാണ്. ആ പാദഭക്തി, ഗുരുദേവന്റെ പാദഭക്തി, ദേവന്റെ പാദഭക്തി, അത് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴി തെളിയിച്ചു തരുന്നതാണ്. അപ്പോൾ അത് ആ പാദഭക്തി, അത് നമ്മുടെ രീതി അങ്ങനെയാണ്. അത് ഏതായാലും ശരി, ഇഷ്ടംപോലെ പാദങ്ങളെയൊക്കെ, ഭഗവത് പാദങ്ങളെയൊക്കെ കുറിച്ചിട്ട് ഇഷ്ടംപോലെ കൃതികൾ അല്ലേ, എത്ര ശ്ലോകങ്ങൾ വേണമെങ്കിലും നമുക്ക് പറയാം. സിനിമാ പാട്ടും കൂടി നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. 7 പൊന്നാന പുറത്തെഴുന്നള്ളും. വയലാറിൻ്റെ വരികളാണ്. അവസാനം എന്താ പറഞ്ഞ? തൊഴുന്നേൻ ഞാൻ തിരുനാഗത്തളയിട്ട. എന്താ പറഞ്ഞ? കാല് പിടിക്കുകയാണ്. അങ്ങയുടെ പാദം എനിക്ക് ആശ്രയമാണ്. ഈ പദം എന്ന് പറഞ്ഞാൽ എന്തായി?
അങ്ങയുടെ വാക്കുകൾ. ആ വാക്കുകളാണ് ഇതൊക്കെ. അത് ഒരു രീതിയിലല്ല, എത്രയെത്ര രീതികളിൽ. അത് നോക്കൂ, വളരെ സിമ്പിളായിട്ട്. ഇനിയോ സംസ്കൃതത്തിൽ, തമിഴ്, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് ആ കൃതികൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഗദ്യത്തിൽ ഒക്കെ. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ളൊരർത്ഥമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്, അല്ലേ? ആദ്യത്തെ 4 വരിയുടെ യഥാർത്ഥ അർത്ഥമൊന്നും പറയാനുള്ള അറിവ് എനിക്കും ഇല്ല, അത് മനസ്സിലാക്കാനുള്ള. കാരണം എന്താ, നമ്മളൊക്കെ എത്രയോ ശിശുക്കളാണ് ഇതിൽ. എന്തൊക്കെയാണ് ഗുരുദേവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും അത് കൃത്യമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. പിന്നെന്താ, ഒരു കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് നോക്കാം. ഉള്ളിലെന്താന്ന് അറിയണമെങ്കിൽ അത്രയ്ക്ക് അറിവും ഇതൊക്കെ വേണം. നമ്മളിപ്പോൾ ചുറ്റും നടക്കുകയാണ്. ഇപ്പോൾ എന്താ പറഞ്ഞത്? ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. ഈ 2ാമത്തെ ശ്ലോകം നോക്കാം. എന്താ 2ാമത്തെ ശ്ലോകം? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. എപ്പോഴും ഈ അവസാന വരികൾ നമുക്ക് എത്ര ഗംഭീരമായിട്ടാണ് പറയുന്നത്. എന്താ അവസാനം പറഞ്ഞത്? നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അസ്പന്ദം, സ്പന്ദനം എന്ന് പറഞ്ഞാൽ ചലിക്കുക. എൻ്റെ ഉള്ളം അല്ലെങ്കിൽ എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി അങ്ങയിൽ ഉറച്ചു നിൽക്കണം, ഇളകാതെ നിൽക്കണം. കാരണം നമ്മളുടെ മനസ്സാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. നമ്മൾ പറയുന്നത് ഇതൊന്ന് മനസ്സ് വെച്ചാൽ എന്ത്, ആ ചുക്കുവെള്ളം ഒന്ന് കരി പിടിപ്പിക്കാതെ ഉണ്ടാക്കാം, അല്ലേ? ചില പാചകക്കാരൊക്കെ ഉണ്ട്, ചുക്കുവെള്ളം വരെ കരി പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ, മനസ്സില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെയൊക്കെയാവും. നമ്മൾ പറയല്ലേ, ഈ ഒന്ന് മനസ്സ് ഇരുത്തിയാൽ എന്തു ആവാന്നാണ്. അപ്പം ഈ മനസ്സങ്ങടി ഇരുത്താൻ പറ്റിയാൽ, മനസ്സിനെ എന്നവരെ വ്യാഖ്യാനിച്ച് തീർത്തിട്ടില്ല എന്നാണ്. ഈ മനസ്സൊതുങ്ങലാണ് ഭഗവാന്റെയും ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും കേന്ദ്രബിന്ദു. അപ്പം മനസ്സൊതുങ്ങാൻ എന്താ വഴി? മനസ്സൊതുങ്ങാൻ മനസ്സിനെ അങ്ങോട്ട് തിരിച്ചുവിടുക, ഭഗവാനിൽ ഉറപ്പിക്കുക. അപ്പോൾ ഭഗവാനിൽ പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അതിനുള്ള ടെക്നിക്കാണ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഇതിഹാസ പുരാണങ്ങൾ ശരിക്ക് പഞ്ചമവേദം എന്നൊക്കെ പറയും. അതിൽ ധാരാളം കഥകളുണ്ടാവും ഇതിഹാസത്തിലൊക്കെ. നമ്മളിപ്പോൾ കുറേ രാമായണമൊക്കെ വായിച്ചു, അല്ലേ? ആരുടെ കഥ ഈ രാമായണത്തിലൊക്കെ പറയണം? കുറേ കഥകൾ പറയും. എന്നിട്ട് എന്താ, യാഥാർത്ഥ്യമുണ്ട്. ഈ യാഥാർത്ഥ്യത്തിനെ പറയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം? നല്ലോണം ഭാവന കൂട്ടി പറയും. ഒരാൾക്ക് 10 തലയൊക്കെ ഉണ്ട്, അല്ലേ? ആരൊക്കെ 10 തല? രാവണനെ. എന്താ 10 തലയുണ്ടാ പറഞ്ഞാൽ, ആ ചങ്ങാതിക്ക് 10 രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുണ്ട്, 10 മുഖം ഉണ്ടാന്നാണ് പറയുന്നത്. 10 രീതിയിലാണ് പ്രതികരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ, ഗുരുദേവ ദർശനമൊക്കെ കേൾക്കുമ്പോൾ എത്ര ശാന്തമായിട്ടാണ് ഇരിക്കണം, നല്ലൊരു മുഖം. ഇനി അടുത്ത തലയുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉച്ചയ്ക്ക് പ്രസാദൂട്ടൊക്കെ ഉണ്ടാ പറഞ്ഞാൽ ഒരു തലയുണ്ട്, ആദ്യത്തെ തന്നെ കയറി ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അവർ എന്താ 2ാമത്തെ പന്തിയാകുമ്പോഴേക്കും ലോകം അവസാനിക്കുകയും. സദ്യക്കൊക്കെ പോയാൽ കണ്ടിട്ടില്ലേ? കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആയുസിൻ്റെ വലിപ്പം കൊണ്ടാണ് അവിടുന്ന് ജീവനോട് കൂടിയിട്ട് പോരുന്നത്. പിന്നെ വേറൊരിതുണ്ട്, വീട്ടിൽ പോയാൽ, അല്ലേ? വീട്ടിൽ പോയാൽ അപ്പോൾ വേറെ, തന്നേക്കാൾ താഴെയുള്ള ആൾക്കാരെ കണ്ടാൽ വേറൊരു മുഖമാണ്, നല്ലോണം ചീത്തയൊക്കെ പറയും. തൻ്റെ മേലുദ്യോഗസ്ഥനെ കണ്ടു കഴിഞ്ഞാൽ വിനയം, അല്ലേ? അപ്പം ആരൊക്കെ തല കൂടുതൽ? രാവണന് നമുക്ക്. ആരൊക്കെ തല കൂടുതൽ? നമുക്കാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സ്വഭാവം എന്താ? ഉറക്കാണ് അത്രയും. എത്ര കാലം? 6 മാസം. എത്ര മാസം ഉറങ്ങും? 6 മാസം. ഇനി നമ്മുടെ അടുത്തേക്ക് വന്ന് നോക്കൂ. ഇതൊക്കെ വ്യാസൻ്റെയും വാൽമീകിയുടെയും ടെക്നിക്ക് കണ്ടുപിടിക്കാനുണ്ടല്ലോ, പറ്റില്ല നമുക്ക്. ഇതിലൊക്കെ പറയണത് നമ്മൾ തന്നെ പറയുന്നത്. ഇപ്പോൾ ഗുരുദേവൻ പറയുന്നു ഭഗവാൻ ജയിക്കണം എന്നൊക്കെ പറയും. ആര് ജയിക്കണം എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്? നമ്മൾ ജയിക്കണം. ജയിക്കാം മഹാദേവ, അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ പറയും. അപ്പോൾ വിഭീഷണൻ്റെ സ്വഭാവം എന്താ? 6 മാസം ഉറങ്ങും. ഇനി നമ്മുടെ അടുത്തേക്ക് വരിക, ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. രാത്രി നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങുക 12 മണിക്കൂർ. പിന്നെ ഈ അമ്പലത്തിലും ഇത്തരം പരിപാടിക്കൊക്കെ വരണ ഒരു പകലും ഉറങ്ങും. ഇവിടെ വന്നാലും തന്നെയല്ലേ പണി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാസത്തിൽ 30 ദിവസം ഒന്ന് കൂട്ടുക, 15 ദിവസം എന്തായി? മണിക്കൂർ കണക്കാക്കിയ ഉറക്കാണ്. അപ്പോൾ കൊല്ലത്തിൽ പകുതി കാലം നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറക്കാണ്. അപ്പോൾ 6 മാസം ഉറങ്ങണത് ആരാ? വിഭീഷണനോ നമ്മളോ? നമ്മൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ആരാണ്? ഇവരൊക്കെ നമുക്ക് എവിടെ കാണാം?
കുംഭകർണൻ, സോറി വിഭീഷണനല്ല, കുംഭകർണൻ. അപ്പോൾ വിഭീഷണൻ്റെ നേരെ അടുത്ത സ്വഭാവം സാത്വികമായിട്ടുള്ള മനസ്സിൻ്റെ. അപ്പോൾ കുംഭകർണൻ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത എന്താ? കുംഭം പോലെ കർണമുള്ള, ചെവി വട്ടം പിടിച്ചിട്ട് അല്ലേ, നാട്ടുകാരുടെ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരെയും ഇതിഹാസ പുരാണങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ കൂട്ടിയിട്ടൊക്കെ പറയും. എന്തിനാ? നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ടെക്നിക്കാണ്. വ്യാസൻ, അതുപോലെ തന്നെ വാൽമീകി തുടങ്ങിയവരുടെയൊക്കെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മനസ്സ് ഒതുങ്ങണം. മനസ്സ് ഒതുങ്ങാൻ കുറെ കഥകളൊക്കെ പറയും ഇതിഹാസ പുരാണങ്ങളിൽ. എന്നിട്ട് അവസാനം ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടത്? ഇവരൊക്കെ എങ്ങനെ നശിച്ചത്? അല്ലേ, വിഭീഷണൻ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെട്ടത്? രാമൻ്റെ അടുത്ത് ശരണാഗതിയിൽ എത്തിച്ചേർന്നു. രാവണൻ നശിച്ചു. എന്താ കാരണം? കയ്യിലിരിപ്പും ഇതൊക്കെ മോശമായിട്ട് സർവ അധിപതിയായിരിക്കുന്ന, എല്ലാ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപതിയായിരിക്കുന്ന രാവണൻ നശിച്ചിട്ടും പോയി. അപ്പം എന്താ ഇതിലൂടെ പറഞ്ഞത്? നമ്മൾ രാവണനാകരുത്. ആ രാവണം വിഭീഷണനെ പോലെ ആകണം, രാമനാകണം, രാമനെ ആശ്രയിക്കണം. അങ്ങനെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആവരുത്, എങ്ങനെ ആകണം എന്നുള്ളത് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മനസ്സ് നന്നാക്കാനാണ്. ഈ മനസ്സ് നന്നായാലേ എന്തുണ്ടാവുള്ളൂ? വന്നിട്ട് നമുക്ക് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. ഈ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ വരിയിലൊരു കാര്യം പറഞ്ഞു, കൈവിടാതിങ്ങു ഞങ്ങളെ. നമ്മളെ ദൈവം പിടിക്കണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണം. നമ്മൾ ആരായിരിക്കരുത്? അധാർമികനായിരിക്കരുത്, സത്യം പറയാത്തവരായിരിക്കരുത്, നന്മ ചെയ്യാത്തവരായിരിക്കരുത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഭഗവാൻ എങ്ങോട്ട് പിടിക്കുള്ളൂ? നമ്മുടെ കൈ പിടിക്കുള്ളൂ. അപ്പൊ അതും കൂടി അവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കൈവിടാതെ അവിടുന്നല്ല, മരിച്ചതിന് ശേഷമല്ല, ഇവിടെ കൈവിടാതെ ഭഗവാൻ നമ്മുടെ കയ്യിൽ പിടിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഒരു യോഗ്യത ഒന്നല്ല, ഒരുപാട് യോഗ്യതകളുണ്ട്. അതിൽ ഒന്ന് എന്താണ്? ധാർമ്മികനായിട്ട്, സത്യസന്ധമായിട്ട്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. ഈ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ കൈ പിടിക്കാൻ വരുള്ളൂ. അതും കൂടി അവിടെ എന്ത് പറഞ്ഞു? പറയാതെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ? അവസാനത്തെ 2 വരിയിൽ അപ്പൊ നമ്മൾ പിടിച്ച് എന്താ? അത് നിന്നില സ്പന്ദമാകണം മനസ്സ്. അല്ലയോ ഭഗവാനെ, അങ്ങയിൽ ഉറച്ചു നിൽക്കണം, അനങ്ങാതെ നിൽക്കണം, ഉറപ്പിച്ച് നിർത്താൻ സാധിക്കണം. അപ്പൊ നമ്മുടെ മനസ്സ് ഇപ്പൊ അങ്ങയിലല്ല നിൽക്കണത്. ഇപ്പൊ ഭഗവാനിലാണോ നിൽക്കുന്നത്? നമ്മളിപ്പോ പുറത്തെ എണ്ണി കൊണ്ട് നടക്കുക, പലത് കണ്ടിട്ട്. അതാണ് ആദ്യം പറഞ്ഞത്, ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. ഈ പൊരുളൊടുങ്ങിയ ഈ പൊരുളിനെ കുറിച്ച്, ദൈവത്തിനെ കുറിച്ച് അറിഞ്ഞാലേ ഭഗവാനിൽ അസ്പന്ദമായിട്ട് മനസ്സുറപ്പിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈശ്വരനല്ലാത്ത വിഷയങ്ങൾ നിറഞ്ഞിട്ടുള്ള, വിഷം നിറഞ്ഞിട്ടുള്ള ഒരുപാട് എണ്ണത്തിന്റെ പിന്നാലെ പോയിരിക്കുകയാണ്. ഒന്നിൻ്റെ അല്ല, ഒന്നൊന്നായി എണ്ണി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരുപാട് എണ്ണമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഇന്ദ്രിയങ്ങൾ സുഖം തരും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് എണ്ണത്തിന്റെ പിന്നാലെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവരെ നയിക്കുന്നത് ആരൊക്കെയാണ്? ശബ്ദ, രൂപ, സ്പർശ, ഗന്ധങ്ങളൊക്കെ അതിനെ നയിക്കുന്നതാണ്. എന്താ? ഇതൊക്കെ ആരാ നയിക്കുന്നത്? മൂക്ക് ഗന്ധത്തിന്റെ പിന്നാലെ പോവുകയാണ്. മണത്ത് പോരാ അല്ലേ? പിന്നെ ത്വക്ക്, അതാണ് ശബ്ദം, രൂപം, സ്പർശം, രുചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. രസം എന്നൊക്കെയാണ് പറയുക. ഇങ്ങനെ പലതിൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പലതിൻ്റെ പിന്നാലെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടോ? ഇപ്പം നാക്ക് പറയണം എന്തൊക്കെ കഴിച്ചു, പിന്നെയും എന്താ നാക്ക് എന്ന് പറയണം. എന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട സാധനം, അല്ലെങ്കിൽ ഒരു എന്താ ഇപ്പോൾ കഞ്ഞി ചമ്മന്തി ഒന്നും പറയാൻ പാടില്ല അല്ലേ, അതൊന്നും ഇപ്പോൾ നല്ലതല്ലേ, അതൊന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല. വല്ല ബിരിയാണി എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നാക്ക് ഇങ്ങനെ പോകണം. കഴിച്ചോ, ഇനി നീ ജമ്മത്ത് ബിരിയാണി കഴിക്കരുത്, ഇരിക്കട്ടെ ഒരു 10 കിലോ ബിരിയാണി ഇരുന്ന് കഴിച്ചോ. നാളെ രാവിലെ എന്താ പറയുക? ആദ്യം തന്നെ ചോദിച്ചോട്ടെ അല്ലേ, എന്തെങ്കിലും തൃപ്തിപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? പിന്നെയും ഇത് ഇത് വേണ്ട, ഇനി അടുത്ത ആണിയാവാം അല്ലേ, ഇല്ലെങ്കിൽ അടുത്തതാവാം എന്നും പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ വർമ്മകളൊക്കെ ഷവർമ്മ ഇല്ലെങ്കിൽ അതാവാൻ, ഇല്ലെങ്കിൽ എന്താ ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിരുന്നു, ഗോപിയേട്ടനെ കൂട്ടിയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിരുന്നു അല്ലേ.
ചില്ലിക്കൊക്കെ കൂട്ടിയിട്ടൊക്കെ എന്താ അങ്ങനെ ഇതിങ്ങനെ എണ്ണിയാ തീരുമോ? നാക്കിൻ്റെ കാര്യം അല്ലേ, ഇനി ദൃഷ്ടിയുടെ കാര്യം, രൂപത്തിൻ്റെ കാര്യം, കണ്ണിൽ കാണുന്ന വസ്തുക്കളോ എണ്ണിയാ തീരുന്നുണ്ടോ? പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? ഇതൊക്കെ പുറമേ ഉള്ളൂ ഈ വക പലതായിട്ട് കാണല്. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ പറഞ്ഞു. ഇവിടുത്തെ ഉദ്ദേശം എന്താ? നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന സത്യമല്ലാത്ത ഒരുപാട് വസ്തുക്കൾ നമുക്ക് കാണും. ഈ വസ്തുക്കളെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും തന്നെ ശാശ്വതമായിട്ടുള്ള സുഖമോ സത്യമോ തരുന്നതല്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. വീടായാലും നാടായാലും ഇത് വേണ്ട എന്നല്ല അർത്ഥം. വീട് ശാശ്വതമായിട്ട് നമുക്ക് ശാന്തി സമാധാനം തരും. വീടിൻ്റെ ശരിക്കും വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ പറയുക? വിട്ടുപോകാനുള്ളതാണ് അത്രേ. ഒരു ദിവസം അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. ദേഹം നമ്മൾ പറയും എൻ്റെ ശരീരം എന്നൊക്കെ പറയും. എൻ്റെ ശരീരം എന്നൊക്കെ പറയാനേ പറ്റും. നമ്മൾ പറഞ്ഞ ശരീരം കേൾക്കൂ. കുറച്ച് ദിവസം കഴിഞ്ഞു തലയൊന്ന് കറങ്ങി അവിടെ ഇരുന്നു. അപ്പോഴാണ് ഒരു ദിവസം കല്യാണത്തിന് പോകാൻ നേരിട്ടുണ്ട്. അന്നാ രാവിലെ തല കറങ്ങിയത്. ശരീരത്തിനോട് പറയുകയാണ്, അതെ കല്യാണത്തിന് പോകാൻ പോകാൻ പറ്റുമോ ശരീരത്തിന്? ശരീരം പറയുന്നു ഞാൻ പോയാൽ റോഡിൽ കിടക്കും അല്ലേ. അപ്പം അത് എൻ്റെ ശരീരം ഞാൻ പറഞ്ഞാൽ കേട്ടുമോ? കേൾക്കില്ല. രാവിലെ നേരത്തെ എണീച്ചിട്ട് കുളിക്കണം എന്നുണ്ടാവും. കാല് കടച്ചിൽ വരും, അല്ലെങ്കിൽ കൈ കടച്ചിൽ വരും. പറഞ്ഞാൽ കേട്ടുമോ? എന്തിന് കേൾക്കൊന്നുമില്ല. നമ്മളിങ്ങനെ നമ്മുടെ എന്ന് പറയുള്ളൂ. അപ്പം ചുരുക്കത്തിൽ ഇവിടെ കാണുന്ന പലതിൽ നിന്നും കിട്ടാൻ പോകുന്നത് എന്താണ്? ദുഃഖമാണ്. അതൊന്നും തന്നെ ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ പണ്ട് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയുക? സത്യം പരം ധീമഹി എന്ന് പറഞ്ഞാൽ തുടങ്ങുക. എന്താ സത്യം? ഇനി കുറച്ച് കഴിഞ്ഞാൽ സത്യം ഇവിടെ ഡയറക്റ്റായിട്ട് ദൈവദശകത്തിൽ തന്നെ പറയുന്നത്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. അപ്പോൾ എന്താ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നാശമില്ലാത്തത് അല്ലെങ്കിൽ മാറ്റമില്ലാത്തതിനെയാണ് സത്യം എന്ന് പറയുക. അപ്പോൾ നാലുപുറം നോക്കിയാൽ മതി സത്യം എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഇതാ ഈ സാധനം ഇത് നാശമില്ലാത്തതാണോ? കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. നമ്മൾ അടുത്തിരിക്കുന്ന ആള് നാശമില്ലാത്തതാണോ? മാറ്റമില്ലാത്തത്, നാശമില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തിരിക്കുന്ന ആൾ 100 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. ഇനിയിപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്നത് എന്താ ഉറപ്പ്? നാളെ തന്നെ ഇവിടെ ഉണ്ടാവുന്നത് എന്താ ഉറപ്പ്? പിന്നല്ലേ 10 കൊല്ലം കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ മാറ്റമില്ലാത്തത് എന്താ? അതൊന്നേ ഉള്ളൂ. നാശമില്ലാത്തത് എന്താ? അതൊന്നേ ഉള്ളൂ, ഭഗവാൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ശുദ്ധ വേദാന്താണ്. ഇതാണ് യഥാർത്ഥ നമ്മുടെ ദൈവദശകം വേദാന്തകൃതി എന്നാട്ടോ പറയുക. സ്തോത്രമല്ല അത്. എന്തല്ല? സ്തോത്രമല്ല, വേദാന്തകൃതിയാണ്. എന്താ വേദാന്തകൃതി പറഞ്ഞാൽ? വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തിൻ്റെ അന്തം. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. തടിച്ച പുസ്തകമൊന്നുമല്ല. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിനെപ്പോഴാണ് അവസാനം ഉണ്ടാവുക? ഏതൊന്നറിഞ്ഞാലാണോ ഇനി ഒന്ന് അറിയണ്ട എന്ന് തോന്നുക, അതാണ് വേദാന്തം. അതാണ് ദൈവദശകം. വേദാന്ത കൃതിയാണ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ദൈവോപനിഷത്ത് എന്നാ പറയുക. ദൈവദശകത്തിന് ദൈവ ഉപനിഷത്ത്. ഉപനിഷത്ത് വേദാന്ത കൃതിയാണ്. അപ്പൊ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള ഉപനിഷത്താണത്. ഇത് എന്തുകൊണ്ടാണ് ഗുരുദേവൻ ഇങ്ങനെ വളരെ ലളിതമായിട്ട് നമ്മുടെ ഗ്രീൻ മലയാളത്തിൽ എഴുതാൻ കാരണം? എന്താ ഗ്രീൻ മലയാളം? പച്ച മലയാളം. എന്താ പച്ച മലയാളത്തിൽ എഴുതാൻ കാരണം? നമുക്കിത് മനസ്സിലാവാൻ ഇങ്ങനെയൊക്കെ വേണം അല്ലേ. നമ്മൾ സാധാരണക്കാരാണ്. സാധാരണക്കാർ ഈ വേദാന്തമൊക്കെ അറിഞ്ഞോട്ടെ. അവതാര പുരുഷനാണ് ഗുരുദേവൻ. അല്ലാതെ വൃത്തി സാമൂഹ്യ പരിഷ്കർത്താവ് കവി എന്നൊക്കെ പറഞ്ഞ് വേലി കെട്ടി നിർത്തേണ്ട ആളല്ല. ആണോ? ഇതൊക്കെയുമാണ്. പക്ഷെ യുഗപ്രഭാവനാണ്, ഋഷിയാണ്, കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യത്തിനെ നേരത്തെ കണ്ടുകൊണ്ട് സാധാരണക്കാരെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന ആളാണ് കവി. വരാൻ പോണ കാര്യങ്ങളെ നേരത്തെ ക്രാന്തദർശി എന്നാണ്. അപ്പോൾ അങ്ങനെ ഈശ്വരനിലേക്ക് സാധാരണക്കാരനെ അടുപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ആരാണ്? കവിയാണ്, ഋഷിയാണ്, മുനിയാണ്. എന്താ മുനി? മനനം ചെയ്തിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് അത് നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ്. നേടിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വഴിക്ക് പോയിക്കോളൂ. അതെങ്ങനെ പറയുക? അവിടെ ചെന്നിട്ട് ആ ലക്ഷ്യം കണ്ടെത്തിയ ആളാണ് എന്ത് പറയുന്നത്? നമ്മളോട് പറയുന്നത് പേടിക്കണ്ട, ഇതിനെ പോകുന്നോളൂ. അല്ലാതെ കാണാതെ പറയല്ല. അപ്പം അങ്ങനെ ഒരു ഇതിൻ്റെയും ഉള്ളിൽ ഒതുക്കേണ്ട ഒരു ആളല്ല ആര്? ശ്രീനാരായണ ഗുരുദേവൻ. അപ്പം ഇവിടെ പറഞ്ഞതെന്താ? ഇവിടെ പലതുണ്ട്. നാശമുള്ളവയാണ് ബാക്കിയുള്ളവയൊക്കെ. നാശമില്ലാത്തത് ഏതാണ്? ആ ഭഗവാനാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ
ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ പുറമെ നടന്നിട്ടുള്ള ഒരു അർത്ഥമാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. എന്താണ്? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. പ്രാർത്ഥനയല്ല, എന്താ പറഞ്ഞ? അന്നവസ്ത്രാദി തരണേ, രക്ഷിക്കണേ എന്നാണോ പറഞ്ഞ്? അല്ല, അവിടെ ഒരു പ്രഖ്യാപനമാണ് അല്ലേ, പ്രാർത്ഥനയല്ല. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, രക്ഷിക്കണേ എന്നല്ല പറഞ്ഞ്. അങ്ങ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അന്നം, വസ്ത്രം, അതായത് ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. ഇതൊക്കെ ബേസിക് നീഡ്സ് ആണ്, ഒരു പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്ന് രക്ഷിക്കുന്നത് ആരാണ്? അങ്ങാണ്. അല്ല, തന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ല, അങ്ങാണ് അതൊക്കെ തന്ന് ഞങ്ങൾക്ക് രക്ഷിക്കണം. കാരണം ഇതൊക്കെ വേണം നമുക്ക് അല്ലേ, അന്നം വേണം, വസ്ത്രം വേണം, ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. ഇതൊക്കെ തന്നിട്ട് ഞങ്ങളെ ധന്യരാക്കണം അല്ലേ. നമുക്ക് ദാനമായിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്, ഭഗവാന്റെ ദാനമാണ്. ശരിക്കും പറയുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്, അഹങ്കരിക്കരുതാണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് കുറച്ച് അറിവുണ്ടെന്ന് വിചാരിക്കാം, 10 ഉറുപ്പിക ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ എന്തുണ്ടെങ്കിലും എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്, അല്ലാതെ അതിൽ അഹങ്കരിക്കരുത്. അതിൽ അഹങ്കരിച്ചിട്ട് കണ്ടോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പോവരുത്. അങ്ങനെ ആ ഒരു തത്വം, ഇത് എല്ലാം ദൈവത്തിൻ്റെയാണ് എന്നുള്ള, ദൈവത്തിൽ നിന്നുള്ള ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ഗുരുനാഥൻ്റെയും ഗുരുദേവൻ്റെയും അനുഗ്രഹം കൊണ്ടാണ് ഇതുണ്ടായത് എന്നുള്ള ഒരു ബോധത്തിൽ വേണം ഇവിടെ എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. അല്ലാതെ ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവും കൊണ്ടാണ്, ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള അഹങ്കാരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഈ അഹങ്കാരം എവിടെ ഉണ്ടായോ അവിടെ ശിരസ് മുനിയില്ല, അവിടെ ദൈവത്തിനെ ഓർമ്മ വരില്ല, അവിടെ ഗുരുനാഥൻ്റെ വചനങ്ങളെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? നമ്മൾ ആ ഒരു രീതിയിലല്ല. ഇവിടെ പറയാണ്, എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അല്ലയോ ഭഗവാനെ അങ്ങ് തന്നിട്ടുള്ള ദാനമാണ്, അങ്ങയുടെ ദാനമാണ്. അതിൽ അഹങ്കരിക്കാതെ അന്നവസ്ത്രാദി, അന്നവും വസ്ത്രവും ഒക്കെ മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന, നമ്മളെ ധന്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ധന്യരാക്കിക്കൊണ്ടിരിക്കുന്ന ആ ദേവൻ മാത്രമാണ് എന്താണ്? ഞങ്ങൾക്ക് തമ്പുരാൻ. ഏറ്റവും ഗുരുദേവൻ ശരിക്ക് പറഞ്ഞിട്ടുള്ള ഒക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അദ്വൈതമാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന് ഒരൊറ്റ ദൈവമാണ് നമ്മുടെയൊക്കെ പറയുക. ഇനിയും അത് എടുത്തെടുത്ത് പറയും. എന്നാൽ നമുക്കിവിടെ എണ്ണിയിട്ട് നമുക്ക് പലത് കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താ? അത് നമ്മുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര സ്വാതന്ത്ര്യമാണ് ഇവിടെ. ഒന്നായിട്ടുള്ള ദൈവത്തിനെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്ത് കണ്ടോളൂ? ഇഷ്ടപ്പെട്ട രൂപത്തിൽ കണ്ടോളൂ, അമ്മയായിട്ട് കണ്ടോളൂ അല്ലേ. നാട്ടിൽ മൊത്തം ഋഷീശ്വരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മയുടെ ക്ഷേത്രങ്ങളുണ്ട്, ദേവീ ക്ഷേത്രങ്ങളുണ്ട്. ആ ദേവിയുടെയൊക്കെ പേര് നോക്കിയാൽ മതി, അതാത് സ്ഥലത്തിൻ്റെ പേര് കൂട്ടിയിട്ടാണ് വിളിക്കുക. കൊടുങ്ങല്ലൂരാണ്, ചോറ്റാനിക്കരാണ് അല്ലേ. അതെന്താ കുറച്ചും കൂടി നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ അതിന് പറ്റില്ലേ എന്തായാലും അയ്യപ്പനായിട്ടോ ഗണപതിയായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾ കണ്ടോളൂ. പക്ഷെ ആകെ എന്തേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. എഴുത്തച്ഛനൊക്കെ ഹരിനാമ കീർത്തനത്തിൽ തുടക്കത്തിൽ പറയും, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽവതമിണ്ടാവതല്ല മമ. അവിടേക്ക് എന്നെ ഇനിയും പോണം. ദൈവദശകം ഇവിടേക്കൊക്കെ എന്നെ പോണം. ദൈവദശകമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ ഇരുന്നിട്ട് പറഞ്ഞാലും എന്താവില്ല, തീരില്ല. ഒരു ശ്ലോകം തന്നെ നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ പലതുണ്ട്. ഈ പലത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. നീ ഒന്നും പുറത്ത് പോകണ്ട, എങ്ങനെയെങ്കിലും നിനക്ക് പറ്റിയ രീതിയിൽ എങ്ങനെയെങ്കിലും ഈ ദൈവത്തിനെ ഒന്ന് ആശ്രയിക്കുക. എന്നിട്ട് ആ ദൈവം എന്തേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ഒന്നാണ് പലതായിരിക്കുന്നത്. പലത് കണ്ടാൽ ഒന്ന് തോന്നണം. ഇവിടെ എത്രയുണ്ട്? എണ്ണിയാൽ തീരില്ല. എണ്ണി അവസാനം എന്തായി മാറണം? ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ഇത് ഒടുങ്ങണം. ഏത്? ഈ നാനാത്വം എന്തിനേ ഉള്ളൂ? അത് രൂപത്തിനും പേരിനും നാനാത്വമുള്ളൂ.
അപ്പോൾ സാധാരണ ഇതിനൊക്കെ വലിയ വലിയ വളരെ ലളിതമായിട്ടുള്ള ഉദാഹരണങ്ങളും വലിയ വലിയ ഉദാഹരണങ്ങളൊക്കെ പറയും. അതന്നെ നമ്മുടെ വേദാന്തം. ഇപ്പോൾ ഒരാളെ അയാളുടെ അച്ഛൻ, ഇപ്പോൾ രാമൻ എന്ന് പറഞ്ഞിട്ടൊരാളുടെ ഇരിക്കുക, അയാളുടെ അച്ഛൻ ഈ രാമനെ മകൻ എന്ന് വിളിക്കും, രാമൻ വിളി കേൾക്കും. ഭാര്യ രാമനെ എന്തെങ്കിലുമൊക്കെ വിളിക്കും അല്ലേ, ആയിന്നോ പോയിന്നോ രാമേട്ടനോ എന്തെങ്കിലുമൊക്കെ വിളിക്കും. ആരെ വിളി കേൾക്കുക? രാമേട്ടൻ, രാമൻ വിളി കേൾക്കും. കുട്ടികൾ എന്താ വിളിക്കുക? അച്ഛ വിളിക്കും. ആരെ വിളി കേൾക്കുക? രാമേട്ട. ഈ ഇപ്പം നമ്മുടെ രാമൻ തന്നെയാണ് വിളി കേൾക്കുക. അടുത്ത വീട്ടുകാർ ചിലപ്പോൾ എടാ രാമ എന്ന് വിളിക്കും. ആരെ വിളി കേൾക്കണം? ഇപ്പം എന്തൊക്കെ വിളിച്ച്? എടാ രാമൻ വിളിച്ചു, ആയിപ്പോയി എന്ന് വിളിച്ചു, പിന്നെ രാമേട്ട വിളിച്ചു, മകനെ വിളിച്ചു, വേറൊരാൾ ഇവിടെ തിരിച്ച് അച്ഛ വിളിച്ചു. വിളി കേട്ടത് ഒരാളാണ്. അതേപോലെയാണ് ഏക ദൈവമാണ് നമുക്കുള്ളൂ, ഒറ്റ ആളെ നമുക്ക്. ആ എല്ലാം എന്തിനെ വ്യത്യാസം ആരൊക്കെ ഉള്ളൂ? രൂപത്തിനും പേരിനും നാമരൂപങ്ങൾക്കേ വ്യത്യാസമുള്ളൂ. വിളി കേൾക്കുന്ന ആള് ഉപനിഷത്ത് മന്ത്രമാണ്. വിവേകാനന്ദ സ്വാമി എപ്പോഴും ഉദ്ധരിക്കുന്നതാണ്. ആകാശപതിതം തോയം. ഏത് രീതിയിലാണോ ആകാശത്തിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ജലം ഒഴുകിയിട്ട് യഥാ ഗച്ഛതി സാഗരെ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഏതൊരു ദേവനെ നമസ്കരിച്ചാലും എത്തിച്ചേരുന്നത് ഒരേ ഒരു ദേവന്റെ അടുത്താണ്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്താവും? നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. ഈ മനസ്സിൻ്റെ നാനാത്വമായിട്ടുള്ള പലത് കാണുമ്പോൾ അതിനെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഏകനായിട്ടുള്ള ആ ദേവനേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ മനസ്സ് അങ്ങയിൽ ഒതുങ്ങണം. അങ്ങനെ ഞങ്ങൾക്ക് അന്നവും വസ്ത്രവും ഒക്കെ തന്ന് രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങ് നീ ഒന്നു തന്നെ. കണ്ടില്ലേ, അവിടെ ഒന്ന് പറഞ്ഞു. എന്താ ഒന്ന്? ഈ അദ്വൈതത്തിലെ ഒന്നാണ്. ഏകനായിട്ടുള്ള ആ ഭഗവാനെ കുറിച്ചിട്ട് പറയാണ് ഒന്ന് തന്നെ, അല്ലാതെ ഒന്ന് എന്നുള്ള നമ്പർ അല്ല. അവിടെ ഏകനായിട്ടുള്ള ആ ഒരു ദൈവം മാത്രമാണ് എനിക്ക് തമ്പുരാൻ എന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് തമ്പുരാൻ. ഇപ്പൊ 3 ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കിയത്. ദൈവമേ കാത്തുകൊള്ളുക കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി, നാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഈ അവസാനത്തെ ഒരു ശ്ലോകം കൂടി നോക്കിയിട്ട് നമുക്ക് തൽക്കാലം സമർപ്പിക്കാം. അവസാനം ചൊല്ലാം 10 ശ്ലോകങ്ങളും. പിന്നെന്താ പറഞ്ഞത്? ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. ഇതൊക്കെ ആരൊക്കെയുള്ളൂ? ഓർക്കണവരൊക്കെ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തയുള്ളവരായിട്ട് മനനം ചെയ്യുന്നവരാവണം നമ്മൾ. അല്ലാതെ വെറുതെ ഈ നാട്ടിലൊക്കെ പശുവും അതുപോലെ തന്നെ പൂച്ചയും നായയൊക്കെ ജീവിക്കണ പോലെ ചിന്തിക്കാതെ ജീവിക്കണവന് ഇത് വല്ലതും പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. നമ്മുടെ ജീവിതം വെറുതെ തിന്നിട്ടും കുടിച്ചിട്ടും കളയാനുള്ളതല്ല. ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ഈ ജീവിതത്തിനെ ധന്യമാക്കണം. എന്നിട്ട് എന്താവണം? ഈ ജീവിതത്തിനെ അമൃതത്വത്തിലേക്ക് എത്തണം. അതാണ് അവസാനം പറയുന്നത്. എന്താണ്? നീ സത്യം. അതിന്റെ തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറയും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. സായുജ്യം എന്താ? സായുജ്യം ഈ ബ്രഹ്മവുമായിട്ട് ഭഗവാനുമായിട്ട് ഒന്നായി ചേരുന്നതിനെയാണ് ഈ സായുജ്യം എന്ന് പറയുക. ആ ഒരു അവസ്ഥയിലേക്ക് എപ്പോഴാണ് ഒന്നായി ചേരുക? അതിനെയാണ് അമൃതത്വത്തിൽ എത്തുക എന്ന് പറയുക. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ
മൃത്യോർമ്മ അമൃതം ഗമയ. ആ അമൃതത്വത്തിലേക്ക് എന്നെ എത്തിക്കണേ. അവസാനം അങ്ങട പോണത് എന്താ? അമൃതത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അമൃതം എന്ന് പറഞ്ഞാൽ മൃതം ഇല്ലാത്ത അവസ്ഥ, മരണം ഇല്ലാത്ത അവസ്ഥ. നമ്മളൊക്കെ മർത്യന്മാരാണ്. മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മൃതിയുള്ളവൻ ആരോ അവൻ മർത്യൻ. അപ്പം നമ്മൾ മരണത്തിൻ്റെ അതീതമായിട്ട് ജനന മരണങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഈ ജന്മം അവസാനത്തെ ജന്മമാകണം. അതെങ്ങനെ അവസാനത്തെ ജന്മമാവുക? അത് നമ്മൾ ഭഗവാനാകുന്ന ആ ആഴിയിലെ തൊട്ട് മുമ്പേയുള്ള ഓരോരോ ശ്ലോകങ്ങൾ, ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ഈ ഓരോരോ ഭാഗത്ത് ഓരോരോ ശ്ലോകങ്ങളിൽ കൃത്യമായിട്ട് പറയും. ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാവണം. എന്നുള്ളിലല്ല, എന്ന് എൻ്റെ ഉള്ളിൽ തോന്നിക്കണം. ആരാണ്? അങ്ങാണ് ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് സൃഷ്ടാവായിട്ടുള്ള ആളും അതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് പറയുകയാണ്. പിന്നീട് പറഞ്ഞു, അങ്ങനെയുള്ള ഞങ്ങളെ ആ ബ്രഹ്മപദത്തിലേക്ക് അങ്ങയുമായിട്ട് ഒന്നായി ചേർന്നിട്ട് മരണങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ സായുജ്യം നൽകിയിട്ട് അതിനുള്ള ആര്യനായിട്ടുള്ള ആളും, ആര്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിട്ടുള്ള ആൾ, അതിന് യോഗ്യനായിട്ടുള്ള ആൾ, അതിന് ആശ്രയിക്കപ്പെടാൻ ആയിട്ടുള്ള യോഗ്യനായിട്ടുള്ള ആൾ, അഭിഗമ്യനായിട്ടുള്ള ആൾ, അത് ആരാണ്? അത് അങ്ങ് തന്നെയാണ്. അങ്ങ് ആരാണ്? നീ സത്യം ജ്ഞാനമാനന്ദം. സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ പരമ ആത്മാവായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ രൂപമായിട്ടുള്ളവൻ. ഇത് ചേർന്നാൽ ഉണ്ടാവുന്നതാണ് ആനന്ദം. അത് പരമമായിട്ടുള്ള ആനന്ദമാണ്. അതും അങ്ങ് തന്നെയാണ്. അങ്ങയിൽ എത്തിച്ചേർന്നിട്ട് ഒന്നായി തീർന്നിട്ട് ഈ ജീവിതത്തിനെ ധന്യമാക്കാൻ സാധിക്കണേ എന്നും കൂടി അതിൽ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് എന്ത് വായിക്കാനും കേൾക്കാനും. പക്ഷേ ഉദ്ദേശം എത്ര വേണമെങ്കിലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് എന്താണ്? ഇത് ഉപനിഷത്താണ്, മന്ത്രമാണ്. അതുപോലെ തന്നെ ജീവിക്കാൻ ഓരോ പടിയിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ധൈര്യത്തിനെ തരുന്ന ഒരു ആശ്രയം തന്നെയാണ്. ആശ്രയം തരുന്ന ആ പാദങ്ങളാണ്. ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഈ ദിവസം മാത്രമൊന്നും പോരാ. ദിവസത്തിലും എല്ലാ ദിവസവും ഈ ദൈവദശകം ഒന്ന് വെറുതെ ചൊല്ലിയാൽ പോരാ. എന്ത് വേണം? അർത്ഥം കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങൾ കിട്ടാനുണ്ട്. ഇനി ഒന്നുമില്ല വിചാരിക്കുക, വെറുതെ ഈ മൊബൈലിൽ ഒന്നെടുത്തിട്ട് യൂട്യൂബോ എന്തെങ്കിലും എടുത്തിട്ട് ദൈവദശകം എന്നൊക്കെ ഒന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇഷ്ടംപോലെ വ്യാഖ്യാനങ്ങൾ. എത്ര മഹാത്മാക്കളാണെന്നറിയോ? മണിക്കൂറുകളോളം വ്യാഖ്യാനങ്ങൾ ഇതിനെക്കുറിച്ച്, ഓരോ വരിയെക്കുറിച്ചിട്ടൊക്കെ. ഗോപാലകൃഷ്ണൻ സാറുണ്ട്, ചിദാനന്ദപുരി സ്വാമികളുണ്ട്, പിന്നെ ആശാ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപിക, അങ്ങനെ ഒരുപാട് പേര് ഈ ദൈവദശകത്തിനെ കുറിച്ചിട്ട് വളരെ ലളിതമായിട്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാനും കൂടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ ഈ ഇതൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ശ്രമിക്കണം. എന്നാൽ എന്താ ഉണ്ടാവുക? അവർ ആ ഗുരുദേവനോട് അടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കാത്തുകൊള്ളുക, മറ്റുള്ളതിൽ പെടാതെ നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് നല്ലവരായിട്ട് പറഞ്ഞാൽ കേൾക്കുന്നവരായിട്ട് ലോകത്തിനും സമൂഹത്തിനും നമുക്കും ഉപകാരപ്പെടുന്നവരായിട്ട് വേണം അവരൊക്കെ വളർന്നു വരാൻ. നമ്മളും അതെ അങ്ങനെ വളരാൻ നമ്മുടെ ഗുരുദേവ വചനങ്ങളും ഈ ദർശനങ്ങളും ഒക്കെ നമുക്ക് വളരെയധികം നമുക്ക് ഉപകാരപ്രദമാണ്. ആശ്രയിക്കണം. അതിന് നമുക്കൊക്കെ സാധിക്കുമാറാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് വാക്കുകൾ ഭഗവാന്റെ ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രണ്ട് ശ്ലോകമായിട്ടുള്ളൂ. അതെ അതെ. അല്ല മാഷ രണ്ട് പേർക്ക് പറയും. എന്തായാലും ഇത് അതോ പഠിച്ചാലേ മൈക്കൊന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട രമേശ് മാഷ്, ബാബു, അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, കൗൺസിലർമാരെ